and welcome to Super Prime Time Live Show 3-in-1, powered by Talrop, Time Express Cargo, gift sponsored by Green Olive Beauty Salon, Majlis Restaurant, special gift hamper by Ujala, and Dubai Crocodile Park. ആ പാർക്കിന്റെ നമ്മുടെ ഹാമ്പർ അല്ല കേട്ടോ, അതായത് നമ്മൾ ഇന്ന് വിളിക്കുന്നവരിൽ വിന്നേഴ്സിൽ നിന്ന് ഒരു ലക്കി വിന്നറിന് ഒരു അഡൽട്ട് കപ്പിൾ ടിക്കറ്റ് ആയിരിക്കും ക്രോക്കഡൈൽ പാർക്കിലേക്ക് കിട്ടുന്നത്. ഇന്ന് നമ്മുടെ 3-in-1 ആയിട്ട് എത്തിയിരിക്കുന്നത് സിമി ആൻഡ് ദിസ് ഇസ് ഷജീല. ഓക്കെ, മാത്രമല്ല ഇന്നൊരു ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് ഞങ്ങൾക്ക് മാത്രമല്ല ദ ഹോൾ UBL ഫാമിലിക്ക്. UBL എല്ലാമായ നമ്മുടെ സ്വന്തം മിസ്റ്റർ ബിബി ജോണിന്റെ ഹാപ്പി ബർത്ത്ഡേ ആണ്. അപ്പൊ നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന്, കാരണം നമ്മളുടെ എന്താ പറയാ, നമ്മുടെ എല്ലാവരുടെയും ഞങ്ങളുടെ എല്ലാം സ്വന്തം ഞങ്ങള് ഇവിടെ ഉറപ്പിച്ചിരിക്കുന്ന ഒരാളാണ് മിസ്റ്റർ ബിബി ജോൺ. അപ്പൊ ബിബി സർ ഓഫ് UBL ഗ്രൂപ്പ്. ഓക്കെ, is a person is like, you know, നമ്മൾക്ക് ഇവിടെ എല്ലാവർക്കും മോട്ടിവേഷൻ തരുന്ന, ഇവിടെ എല്ലാവരെയും നമ്മളുടെ എല്ലാവരുടെയും ഒരു ഗൈഡ് വേണമെങ്കിൽ എന്ന് പറയാം. അപ്പോൾ പുള്ളിക്കാരൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ച് ഞങ്ങളൊരു കുട്ടി വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് 3-in-1 ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. പക്ഷെ അപ്പൊ നമ്മുടെ ഫോൺ റെഡിയാക്കി വെച്ചോളൂ. നമ്മളെ വിളിക്കേണ്ട നമ്പർ 04238249. അപ്പൊ കുട്ടി വീഡിയോ കണ്ടിട്ട് വരാം. ഹാപ്പി ബർത്ത്ഡേ, ഹോപ്പ് ഓൾ യുവർ ബർത്ത്ഡേ വിഷസ് കം ട്രൂ. പിന്നെ ട്രീറ്റ് മറക്കണ്ട കേട്ടോ. എനിക്കും വയസ്സായി, എന്റെ വണ്ടിക്കും വയസ്സായി, എന്നിട്ട് ഇത്രയും കാലമായിട്ട് ഒട്ടും വയസ്സാവാത്ത നമ്മുടെ UBL TVയുടെ ചെയർമാൻ ബിബി ജോണിന് ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ബേബി സർ, മേ ഗോഡ് ബ്ലെസ് യു. ലൈഫിൽ ഒരുപാട് ഹാപ്പിനെസ്സും സക്സസ്സും ഉണ്ടാവട്ടെ. Hi Bibi, many happy returns of the day. May you have a wonderful day and a beautiful year ahead. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന നമ്മുടെ UBL ചെയർമാൻ ബിബി ജോണിന് എൻ്റെ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ. ഹാപ്പി ബർത്ത്ഡേ, ഗോഡ് ബ്ലെസ് യു. എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. പ്രായം എത്രയേറിയാലും സ്റ്റിൽ യങ് ആൻഡ് ചിയർഫുൾ ആയിരിക്കുന്ന ബിബി സാറിന് വിഷ് യു എ വെരി ഹാപ്പി ബർത്ത്ഡേ. മേ ഗോഡ് ബ്ലെസ് യു. UBLന്റെ അമരക്കാരനും ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ബിബി ജോണിന് 1000 ജന്മദിനാശംസകൾ. ഞങ്ങളുടെ UBLന്റെയും എല്ലാമായ ഞങ്ങളുടെ പ്രിയപ്പെട്ട ബിബി സാറിന് ഒരിക്കൽ കൂടെ ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ അണ്ണ ഹാപ്പി ബർത്ത്ഡേ. നിങ്ങളും UBLും ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഹലോ, UBL TVയുടെ ചെയർമാനായ മിസ്റ്റർ ബിബി ജോൺസൺ വിഷിംഗ് യു വെരി ഹാപ്പി ബർത്ത്ഡേ. ഗോഡ് ബ്ലെസ് വിത്ത് ഓൾ ദ ബെസ്റ്റ് തിങ് ആൻഡ് എൻജോയ് യുവർ ഡേ. Happy birthday to you. Happy birthday to you. Happy birthday dear Bibi sir. Happy birthday to you. സോ ഞങ്ങളുടെ എല്ലാവരുടെയും വക നമ്മുടെ ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ്. ഇന്ന് മിസ്റ്റർ ബിബി ജോണിനോടൊപ്പം നമ്മുടെ പ്രേക്ഷകരിൽ ആർക്കെങ്കിലും ബർത്ത്ഡേ ഉണ്ടെങ്കിൽ അവർക്കും കൂടെ ഉള്ള പാട്ടായിരുന്നു കേട്ടോ ഇത്. Anyway, with this happy note നമുക്ക് ഫസ്റ്റ് കോളർ എടുത്താലോ? Yes, why not? Yeah. Hello. Malik. Good evening. Welcome. എന്നാ ഉണ്ട് വിശേഷം? എന്താണ് ബിബി സാറിന്റെ ബർത്ത്ഡേ? ഒരു വിഷ് പറഞ്ഞോളൂ. ആയുസ്സും ആരോഗ്യവും സമ്പൽ സമൃദ്ധിയും. ഹാപ്പി ബർത്ത്ഡേ സർ. ഓക്കെ, ദാറ്റ്സ് സോ നൈസ്. അപ്പം നമ്മളുടെ ബർത്ത്ഡേ ആയിട്ട് ഇവിടെ ഭയങ്കര സെലിബ്രേഷൻ ആയിരുന്നു. ഞങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ ട്രീറ്റ് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ വന്ന് വലിയ കയറി വന്നിരിക്കുകയാണ്. എനിവേ ഗിഫ്റ്റ് കിട്ടാം, നമുക്ക് ഗിഫ്റ്റും ട്രീറ്റും ഒന്നും കിട്ടാൻ ഞങ്ങൾ ഇറങ്ങത്തില്ല ഇവിടുന്ന്. എനിവേ മാലിക്കേ, കഴിഞ്ഞ ദിവസം ടർബോ എന്നുള്ള സിനിമയുടെ പ്രൊമോഷൻ ആയിട്ട് നമ്മുടെ മമ്മൂക്ക ദുബായിൽ എത്തിയിട്ടുണ്ടായിരുന്നല്ലോ, അറിഞ്ഞായിരുന്നോ? സിലിക്കൺ സെൻട്രൽ മോളില് അറിഞ്ഞായിരുന്നോ? ഞാൻ ആണല്ലേ, നമുക്ക് വിളിച്ചായിരുന്നു, അങ്ങനെയൊന്നും പറയാറുണ്ട്. എനിവേ ഇന്നൊരു നല്ലൊരു വാർത്തയും കൂടെ ഞാൻ കേട്ടു. ഐ ഡോണ്ട് നോ നിങ്ങളൊക്കെ കേട്ടോന്ന് എനിക്ക് അറിയത്തില്ല. വൺ ഓഫ് ദ ബെസ്റ്റ് ഡയറക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിൽ എപ്പോഴും ഈ നല്ല ബ്യൂട്ടിഫുൾ സോങ്സ് ഒക്കെ വരുന്നത് നമ്മുടെ ഗൗതം വാസുദേവ് മേനോന്റെ സിനിമകൾ ഇഷ്ടമാണോ? പിന്നെ താണ്ടി വരുവായ അങ്ങനെയുള്ള കൈൻഡ് ഓഫ് ഒരു പ്രത്യേക തരമുള്ള പടങ്ങളായിരിക്കും. ഇവൻ ഹിസ് ആക്ടിങ് ഇസ് അമേസിങ്. ട്രാൻസ് മൂവിയിലൊക്കെ നല്ല ആക്ടിങ് കാണും. അപ്പൊ ഗൗതം വാസുദേവ് മേനന്റെ പുതിയ സിനിമ, അതായത് ജൂൺ 10th നമ്മൾ ഷൂട്ടിംഗ് തുടങ്ങുകയാണ്. യു നോ ഹൂ ഇസ് എ മെയിൻ ലീഡ് ആക്ട്രസ് ആൻഡ് ആക്ടർ ഇൻ ദാറ്റ്? നമ്മുടെ മമ്മൂക്കായും. അതിന്റെ കൂടെ ആരായിരിക്കും? ഒരു ക്ലൂ, പഴയ ആക്ട്രസ് ആണോ പുതിയതാണോ? ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യർ.
ശോഭന ലേഡി സൂപ്പർ സ്റ്റാർ അതാണോ? അല്ല എന്ന് പറയുമ്പോ ഫസ്റ്റ് മഞ്ജു വാര്യരെന്നാണ് വരിക. പഴയോട്ട് പോണെങ്കിൽ ശോഭന. പഴയതല്ല, ഇപ്പത്തെ അത്യാവശ്യം നല്ല രീതിയിൽ നയൻതാര ആയിട്ടാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഗൗതം വാസുദേവൻ, മമ്മൂട്ടി, നയൻതാരയും കൂടെ വന്നു കഴിയുമ്പോഴത്തേക്ക് എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. മമ്മൂട്ടി നയൻതാരയും ഒരു കപ്പിളായിട്ട് മുമ്പ് അഭിനയിച്ചിട്ടുണ്ട്. ഇതാണ് സിനിമ ഐ ലവ് യു ഐ ലവ് യു. അതല്ലാതെ അഭിനയിച്ചിട്ടുണ്ട് തസ്കര വീരൻ. ശരിയാ. ഓർക്കാൻ കാരണം അതിന്റെ പ്രൊഡ്യൂസർ സൈഡിലുണ്ടായിരുന്നത് എന്റെ ഒരു അങ്കിൾ ആയിരുന്നു, മറ്റേ ബ്രൈറ്റ് ലൈറ്റ് ആ സമയത്തുണ്ടായിരുന്ന സമയത്ത്. ബട്ട് ആ സിനിമ അത്ര സക്സസ്ഫുൾ ആയിരുന്നു എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഇറ്റ് വാസ് ഗുഡ്. അതിനകത്ത് ഇവർ രണ്ടുപേരും കൂടെ പല ടൈപ്പ് ഓഫ് മേക്കപ്പിലൊക്കെ ഒരു ബാങ്കിനെ പറ്റിക്കാൻ ചെല്ലുന്നതും, അതിന്റെ വില്ലൻ എന്ന് പറയുന്നത് നമ്മുടെ ഇന്നസെന്റ് ആയിരുന്നു. ഇറ്റ് വാസ് ഗുഡ്. അതിന്റെ അകത്ത് ഇപ്പത്തെ നയൻതാരയുടെ ലുക്ക് അല്ല, അതിൽ വേറൊരു ലുക്ക് ആയിരുന്നു. ഓർക്കുന്നുണ്ടോ മാലിക്? ഞാൻ പറഞ്ഞു തള്ളിയ മറിഞ്ഞു. നീ ബാക്കി ഇങ്ങോട്ട് പറ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം മാലിക്? നമ്മളെ പിന്നെ ഇന്നലെ സംസാരിച്ചിട്ടേ ഉള്ളൂ. അപ്പൊ നമുക്കെന്താ പെട്ടെന്ന് കളിയിലോട്ട് പോയാലോ മാലിക്? വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? യു വാണ്ട് ടു സേ സംതിങ് അബൌട്ട് any new series or movies? We just discussed about it yesterday. അതാ ഞാൻ പറഞ്ഞ no problem. നമുക്ക് ഗെയിമിലോട്ട് പോവാം അല്ലേ? ഓക്കെ, പറഞ്ഞോ, സ്റ്റാർട്ട് പറഞ്ഞോ. എന്താ ഇത്ര ഒരു മടി? GK ആണ് ഫസ്റ്റ് ടോപ്പിക്. Are you ready? General knowledge. ready. Okay. റെഡി താ വരവാ. സിമിയുടെ ഉള്ളിൽ വേറൊരാള്. ഇന്ന് നമ്മുടെ ഷജീലനെ കണ്ടോ? ഒരു അറബിച്ചയായിട്ട് തോന്നുന്നുണ്ടോ? മാഫി മുഷ്കിൽ അത് ക്വസ്റ്റ്യൻ വന്നിട്ടാ. ഒരു നിയമസഭയിലെ പരമാവധി അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 500, 350, 400. ഒരു നിയമസഭയിലെ പരമാവധി മാക്സിമം അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? അമ്മയുടെ വിളിക്കൂ. അമ്മേ, ഓപ്ഷൻ ബി. ഓക്കെ, 350. അത്ര അങ്ങോട്ട് ആൾക്കാരുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പൊ ഏറ്റവും കുറഞ്ഞത് പറഞ്ഞു. പക്ഷെ അങ്ങനെ അല്ലായിരുന്നു. ആൻസർ 500 ആയിരുന്നു. 500. മാലിക് ഇന്നലത്തെ പ്രോഗ്രാം കണ്ടില്ലായിരുന്നു? ഈ ക്വസ്റ്റ്യൻ ഇന്നലെയും ചോദിച്ചിരുന്നു. അത് ചിലപ്പം ഞാൻ പറയാൻ കാരണം, ചിലപ്പം ഇടയ്ക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻ നമ്മൾ എക്സാമിൽ പോലും, എന്താ PSC എക്സാമിൽ പോലും ഉണ്ടാവും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ്. ഇടയ്ക്ക് ഏതെങ്കിലും 1, 2. അതിനാണ് പറഞ്ഞത് സ്ഥിരമായിട്ട് ഞങ്ങൾ പ്രോഗ്രാം കാണണം. പറയാൻ പറ്റില്ല. പക്ഷെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചില്ല. അപ്പൊ താങ്ക് യു സോ മച്ച്. പോട്ടെ, കുഴപ്പമില്ല. ഇപ്പൊ ഓർമ്മയുണ്ടല്ലോ 500. അപ്പൊ ഇനി വിളിക്കണേ. Bye bye. Okay, so that was Malik. Hello, ഇതാരാ? തുളസിപ്രിയ. ശരിക്കും പറഞ്ഞാൽ ഈ പേരിന് 2 പേരും ഓരോ പേരായിട്ട് യൂസ് ചെയ്യാം അല്ലെ? തുളസിന്ന് വിളിക്കാം, പ്രിയെന്ന് വിളിക്കാം. നമ്മൾ സംസാരിച്ചിരുന്നു, ഓർക്കുന്നുണ്ടോ? എന്നോട് സംസാരിച്ചില്ലേ? സംസാരിച്ചിരുന്നു. ഞാൻ ഇതില് വിളിച്ചിട്ടുണ്ടായിരുന്നു മുന്നേ, പക്ഷെ ആരോടെ സംസാരിച്ചു? എന്നോട് തന്നെയാണ്, ഒരു സംശയം വേണ്ട. ഇതിൽ ഈ അറബി ആയിട്ട് നിൽക്കുന്ന ആള് ഈ പാവപ്പെട്ട ഞാനല്ല. ഞങ്ങൾ ആരാന്ന് മനസ്സിലായില്ല എന്നാണോ ഉദ്ദേശിച്ചേ? വേഷം മാറിയോ? ഞാൻ ഇന്നിങ്ങനെ വന്ന് ഞെട്ടി നിൽക്കുവാ. പുറത്തുള്ള സാധനം ഇങ്ങനെയാണെങ്കിൽ അകത്ത് ഞാൻ തന്നെയാണ്. ഞാൻ ഈ അറബ് ചാനലിലോട്ട് വല്ലതും ആണ് വന്ന് കയറിയത്. നമ്മൾ ജീവിക്കുന്നത് ഒരു അറബ് രാജ്യത്തിലാണ്. അപ്പൊ നമ്മൾ എന്തുകൊണ്ട് അവരുടെ വസ്ത്രം ധരിച്ചുകൂടാ? തീർച്ചയായിട്ടും ഇടാം. ഹല്ലേലൂയ. തുളസിപ്രിയ എന്ത് ചെയ്യുന്നു? എവിടെന്നാ വിളിക്കുന്നത്? നാട്ടിലെവിടെയാവും? കേക്കട്ടെ. നാട്ടില് ഞാൻ കണ്ണൂര്. ഇവിടെ കിസൈസില് ഞാൻ അക്കാദമിക് കൗൺസിലറായിട്ട് വർക്ക് ചെയ്യും. അക്കാദമിക് കൗൺസിലർ, അതായത് കരിയർ കൗൺസിലർ പോലെയാണോ? അല്ല, കരിയർ കൗൺസിലർ ആണ്, പക്ഷെ റിലേറ്റഡ് ടു ദ കോഴ്സ് വി ആർ പ്രൊവൈഡിങ് അറ്റ് അവർ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓക്കെ, ഏതെങ്കിലും സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടാണോ അത് സെപ്പറേറ്റ് ആയിട്ട്? അക്കാദമിയാണ്. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ പോലെ 12th ഒക്കെ കഴിഞ്ഞ പിള്ളേർ എന്ത് ചെയ്യണം അങ്ങനെയൊക്കെയാണോ നോക്കുന്നത്? നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സിന് എന്തൊക്കെയാണ് സാധ്യതകൾ, കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, ഇപ്പൊ എനിക്ക് PhD എടുക്കണം, ഞാൻ എന്തൊക്കെ അറിയണം? അതൊക്കെ നിങ്ങൾ പറഞ്ഞു തരുമോ? അങ്ങനെയല്ല, നമ്മളെടുത്തുള്ള കോഴ്സിന് അപ്പൊ ആ കുട്ടികൾക്ക് ഏതാ സൂട്ട് ചെയ്ത് ഇവര് ഗൈഡ് ചെയ്തു. കണ്ണൂരാന്ന് പറഞ്ഞല്ലേ? അതെ. തുളസി പാട്ട് പാടുന്നതാണോ? തുളസി
അല്ല ഡാൻസ് കളിക്കും. നമുക്ക് ക്യാമറ ഇല്ല, ക്യാമറ വെച്ച് കാണായിരുന്നു. ഡാൻസ് കളിച്ചതില് ഡാൻസ് കളിക്കുന്നതിന് അപ്പൊ ഓഫ് കോഴ്സ് യു മസ്റ്റ് ഹാവ് ഡാൻസ് ഡ്യൂറിങ് യുവർ സ്കൂൾ ഡേയ്സ് ആൻഡ് കോളേജ് ഡേയ്സ് അല്ലേ? ഇവിടെ സ്റ്റേജ് കിട്ടിയാൽ ഞാൻ ചെയ്യാറുണ്ട്. എന്ത് തരം ഡാൻസർ ആണ്? ക്ലാസിക് ഡാൻസർ ആണോ അതോ സിനിമാറ്റിക് ആണോ? ക്ലാസിക് ഞാൻ രണ്ടും കളിക്കും. പക്ഷെ ഞാൻ ക്ലാസിക്കല് ഭരതനാട്യത്തില് 10 years ട്രെയിൻഡ് ആണ്. അപ്പൊ തുളസി എനിക്കൊരു കാര്യം അറിയാനുണ്ട്. എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഒന്നും കേൾക്കണ്ട, ഓക്കെ? ഏതെങ്കിലും ഒരു സ്റ്റേജ് പെർഫോമൻസിന് പോയിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റി ഒരു എക്സ്പീരിയൻസ് പറയാമോ? എനിക്ക് നല്ല കേൾക്കണം എന്നില്ല. ഐ നോ യു ആർ നല്ല എക്സ്പീരിയൻസ് കേൾക്കണ്ടാവും. പ്രശ്നം ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മള് സ്റ്റേജ് ഏതെങ്കിലും ഒരെണ്ണം പറഞ്ഞാൽ മതി, അത്രയ്ക്ക് തരിപ്പണമായി ഒരെണ്ണം. അങ്ങനെ കുറെ ചെറിയ സംഭവങ്ങളാണ്. അങ്ങനെ ഭയങ്കരമായ ഒരു സംഭവമൊന്നുമില്ല. ഞാൻ കോഴിക്കോട് നമ്മള് സ്റ്റേറ്റ് കലോത്സവത്തിന് എപ്പോഴും പോകുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ ഓരോ പ്രശ്നങ്ങൾ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടാവില്ലേ നമ്മള്, അത് നമ്മള് സ്റ്റേറ്റ് കലോത്സവത്തിന് നമ്മളുടെ പിന്നെ എന്താ പറയാ ജഡ്ജസ് ആയിട്ട് വഴക്കിട്ടതും അതൊക്കെ ഒരു പാർട്ട് ആൻഡ് പാർസൽ ആണല്ലേ. മേക്കപ്പിന്റെ സാധനം എടുക്കാൻ മറന്നുപോയി, അല്ലെങ്കിൽ സ്റ്റെപ്പ് തെറ്റി അവിടെ തന്നെ സ്റ്റാച്ചു ആയിട്ട് നിന്നു, അങ്ങനൊന്നുമില്ല? അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഡിലേ ആയിട്ടുണ്ട് പ്രോഗ്രാം. അങ്ങനെ ഇഷ്ടം പോലെ പ്രാവശ്യം ഡിലേ ആയിട്ടുണ്ട്. കോസ്റ്റ്യൂം സമയത്തിന് എത്തിയില്ല, പകരം വേറെ തട്ടിക്കൂട്ടി ഒപ്പിക്കേണ്ടി വന്നു. അങ്ങനത്തെ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. അതെ അതെ, ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ പെർഫോമേഴ്സ് എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള അബദ്ധങ്ങളായിരിക്കും പറ്റുന്നത്. ഇവൻ ഞങ്ങൾ ആങ്കറിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിലപ്പം സ്ലിപ്പ് ഓഫ് ടങ് ഉണ്ടാവാറുണ്ട്. ബട്ട് നമ്മൾ എന്നിട്ട് അതിനെ പറഞ്ഞു കുളവാക്കാറുണ്ട് അല്ലേ? അത് ഇവർ സ്ഥിരമായി കാണുന്നുണ്ടല്ലോ, പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ചില സമയത്തായിരിക്കും നമ്മൾ പോകുന്നതായിരിക്കും ഒരു മേക്കപ്പ് ഇട്ടിട്ട് എനിക്ക് പറ്റാറുണ്ട്. ചിലപ്പം ഞാൻ എല്ലാം ഡ്രസ്സൊക്കെ ഇട്ട് അവസാനം ലിപ്സ്റ്റിക് അങ്ങോട്ട് ഇടുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ഡിഫറെന്റ് കളർ അങ്ങോട്ട് അടിച്ച് കയറ്റും. ലോട്ട് ഓഫ് പ്രോബ്ലംസ് അല്ലേ? ഈ പെർഫോമൻസ് ചെയ്യുന്നവരുടെ പ്രോബ്ലംസ് ശരിക്കും കാണുന്നവർക്ക് മനസ്സിലാവില്ല. അങ്ങനെ ഒരു ദിവസം നമ്മള് മെയിൻ ആയിട്ട് ഇതുപോലെ ഇങ്ങനെ പാട്ട് ജില്ലാ കലോത്സവം അങ്ങനെ എന്തോ ആണ് തോന്നുന്നത്. നമ്മുടെ പഠിപ്പിക്കുന്ന ഡാൻസ് മാഷ് എവിടെയോ വെള്ളടിച്ച് നമ്മള് വെയിറ്റ് ചെയ്ത് അവസാനം നമ്മുടെ യൂണിയൻകാരൊക്കെ പ്രശ്നമാക്കി, അങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അടിപൊളി. അപ്പൊ ഇതെല്ലാം ഒന്ന് ഓർക്കാൻ പറ്റിയില്ലേ? അതെ എന്തൊക്കെയാണ് അതിന്റെ ഒരു എന്താ പറയാ ഒരു വെരി മെമ്മറബിൾ കാര്യങ്ങൾ എന്ന് പറയാം. വെരി ഗുഡ്. ഓക്കെ, നമുക്കെന്താ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് പറഞ്ഞാലോ? ഓക്കെ, തുടങ്ങിക്കോ. യെസ്, നമ്മളെ യന്ത്രം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതൊന്ന് നിർത്തണം പ്ലീസ്. ഓക്കെ, അത് സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത് യുവർ ചോയ്സ് ആണോ? മൂവീസ്. ഓക്കെ, വെരി ഗുഡ്. മൂവീസ് ആണ്. ഇഷ്ടമാണോ മൂവീസ് കൃഷ്ണപ്രിയ? സോറി, തുളസിപ്രിയ. ഓക്കെ, അപ്പൊ മൂവീസിലാണ് ഫസ്റ്റ് ടോപ്പിക്. കൃഷ്ണപ്രിയ എന്ന് വിളിച്ചോണ്ട. മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം ആദ്യമായി നേടിയ നടൻ കൊട്ടാരക്കര ശ്രീധരൻ നായർ, സത്യൻ, തിക്കുറിശി. മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം ആദ്യമായി നേടിയത് ആരാന്നാണ് ചോദിച്ചിരിക്കുന്നത്. കൊട്ടാരക്കര ശ്രീധരൻ നായരാണോ, സത്യനാണോ, തിക്കുറിശിയാണോ? പെട്ടെന്ന് പറഞ്ഞോളൂ, ടൈം ഔട്ട്. മൂന്നും അതുല്യ നടന്മാരാണ്. നമുക്ക് സമയമില്ല, പെട്ടെന്ന് പറയണം തുളസി. ഒന്നുമില്ല, പെട്ടെന്ന് പറഞ്ഞോളൂ. സേ എനിത്തിങ്. ഓക്കെ, സത്യനായിരുന്നു ഉത്തരം കേട്ടോ. സത്യം പറയണമെന്ന് വിചാരിച്ചു. പേരും ഐ കൻ അണ്ടർസ്റ്റാൻഡ്. ഇവൻ ഇപ്പം എന്നോട് പെട്ടെന്ന് അറിയത്തില്ലാതെ ചോദിക്കുവാണെങ്കിൽ ആക്ടേഴ്സ് ആണ് അല്ലേ? കുഴപ്പമില്ല തുളസി, ഇനിയും വിളിക്കാം. നെക്സ്റ്റ് ടൈം എന്തായാലും സമ്മാനം ഇരിക്കട്ടെ. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്. ബൈ. ഓക്കെ, നമ്മൾ അടുത്ത കോളർ ഭാഗ്യവതിയാണോ ഭാഗ്യവനാണോ നോക്കാം. ഹലോ. ഗുഡ് ഈവനിങ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ശബ്ദം കേൾക്കാലോ? ടിവിയുടെ സൗണ്ട് ഒന്ന് കുറയ്ക്കാവോ? ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇതാരാണ്? തുളസി. ഇപ്പൊ ഒരു തുളസിയോട് സംസാരിച്ച് വെച്ചേ ഉള്ളൂ. ഇതാ തുളസിയിലെ വേറൊരു തുളസി. എവിടുന്നാണ് വിളിക്കുന്നത്? ഞാൻ ഷാർജ. ഫസ്റ്റ് ടൈം ആണോ 3-in-1 അല്ല, ഇടക്ക് വിളിക്കലുണ്ട്. തുളസി എവിടെ നാട്ടിലെവിടെയാ? എന്ത് ചെയ്യുന്നത്? മറ്റു തുളസിയും കണ്ണൂരാ. ഓക്കെ, എന്ത് ചെയ്യുന്നു? വിളിക്കുന്ന തുളസി എന്നാലും ഒന്ന് ചോദിക്കോ, എന്ത് ചെയ്യുന്നു ഇപ്പൊ? ഞാൻ ഹൗസ് വൈഫ്. എത്ര പിള്ളേരുണ്ട്? ഒരു മോൻ.
ഒരു മോൻ ധാരാളം. ഓക്കെ, ഹൗ ഓൾഡ് ഈസ് ഹി? എത്ര വയസ്സുണ്ട് കുഞ്ഞിന്? 6 വയസ്സ്. ഓക്കെ, ഇപ്പൊ കൂടെ ആരൊക്കെയുണ്ട്? ബെസ്റ്റ് ടൈമാണ് 6 വയസ്സെന്ന് പറയുമ്പോഴത്തേക്കും തുളസിക്ക് ഇരിക്കാനുള്ള സമയം മിക്കവാറും കിട്ടാറുണ്ടാവില്ല അല്ലേ? കുറവാണ്. കൂടെ ഇപ്പൊ ആരൊക്കെയുണ്ട് ഹെൽപ്പ് ചെയ്യാൻ? ഹസ്ബൻഡ് ഉണ്ട്. ഹസ്ബൻഡ്. ഓക്കെ ഓക്കെ ഫൈൻ. ഓക്കെ, ഈ കഴിഞ്ഞ ദിവസം നമുക്ക് മദേഴ്സ് ഡേ ഉണ്ടായിരുന്നു അല്ലേ തുളസി? ഓക്കെ, എങ്ങനെയാണ് മദേഴ്സ് ഡേക്ക് ഹസ്ബൻഡ് വിഷ് ചെയ്തോ? കേക്കട്ടെ, ഹസ്ബൻഡ് അടുത്തിരിപ്പുണ്ടെങ്കിൽ ഒന്ന് പറ കേക്കട്ടെ. എന്തിനാണ് കുടുംബകല ഉണ്ടാക്കുന്നത്? അങ്ങനെയൊന്നുമില്ല. അതാ തീർന്നു വിളിച്ചു പറഞ്ഞില്ല. ഓക്കെ, ഇപ്പൊ ഞാനും ഇങ്ങനെ ഇതിനെ കുറിച്ച് മദേഴ്സ് ഡേയുടെ അന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഇതിന് മുന്നേ വേറൊരു മദേഴ്സ് ഡേ ഉണ്ടായിരുന്നു. അത് UAE മദേഴ്സ് ഡേ. നമ്മുടെ ശരിക്കും പറഞ്ഞാൽ മദേഴ്സ് ഡേ കുറേ മദേഴ്സ് ഡേ പല ദിവസങ്ങളാ. ഇതെല്ലാം കൂടെ ആക്ച്വലി ഒരു ദിവസം വെക്കുവാണെങ്കിൽ എളുപ്പമായിരുന്നു അല്ലേ? ഇടയ്ക്കിടയ്ക്ക് ഒരു സ്റ്റാറ്റസ് വരുമ്പോ ഇന്നായിരുന്നു അതോ അന്നായിരുന്നു. ഇന്ത്യൻ മദേഴ്സ് ഡേക്ക് വേണം വീട്ടിൽ വിഷ് ചെയ്യാൻ. മറ്റേ UAE മദേഴ്സ് ഡേക്ക് ആരെ വിഷയം? അല്ല, അന്ന് ഞാൻ ഓൾറെഡി പോസ്റ്റ് ഇട്ടു. അത് കാരണം ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇട്ടില്ല. ഞാൻ മമ്മിയും ഉമ്മ വെച്ചിരിക്കുന്നതും പക്ഷെ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ഈ മദേഴ്സ് ഡേ ആഘോഷിക്കുന്നത് ഒരു പ്ലസ് പോയിന്റ് ആണോ, ഒരു നല്ല കാര്യമാണോ, അതോ what you have to say, what is your point of view? ബർത്ത്ഡേ ആഘോഷിക്കുന്ന നല്ലതാണോ? അല്ല, ഞാൻ മദേഴ്സ് ഡേനെ കുറിച്ച്. മദേഴ്സ് ഡേ തീർച്ചയായിട്ടും അന്നത്തെ ദിവസം എന്നെ സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്നത്, നിങ്ങൾ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടല്ല തിങ്ക് ചെയ്യേണ്ടത്. അന്നത്തെ ദിവസം അവരെ വെറുതെ വിടുക. അവരെ നിങ്ങൾ ബ്യൂട്ടി പാർലറിൽ പോയിക്കോണെങ്കിൽ മദേഴ്സ് ഡേ എന്ന ആൾക്കാർ ഒത്തിരി മദേഴ്സിനെ പ്രൈസ് ചെയ്തിട്ട് ദേ ആർ ദ ക്വീൻ ചെയ്യുന്നുണ്ടല്ലോ, ബാക്കി ദിവസം ചെയ്യുന്നില്ലല്ലോ. അല്ല, ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ട് ചെയ്യുന്നില്ല? മദേഴ്സ് ഷുഡ് ബി വാല്യൂഡ് എവറി ഡേ. പക്ഷെ അതല്ല എന്റെ പോയിന്റ്. എനിക്കെന്താ തോന്നിയിട്ടുള്ളത് വെച്ചാൽ, തുളസി കറക്റ്റ് മീ ഇഫ് ഐ എം റോങ്. ഓക്കെ തുളസി, മദേഴ്സ് ഡേ ആകുമ്പോൾ നമ്മൾ അമ്മ അങ്ങനെയാണ്, അമ്മ ഇങ്ങനെയാണ്, എന്താ ഭൂമിയോളം ക്ഷമയുള്ളവളാണെന്നൊക്കെ പറയുമ്പം ഡോണ്ട് യു തിങ്ക് ഇപ്പം അത് മദേഴ്സ് ആയി വരുന്ന ആൾക്കാർക്ക് അതൊരു സ്ട്രെസ് ആയിട്ട് തോന്നുന്നുണ്ടോ? അതായത് ഓക്കെ, ഞാൻ ആ ഒരു എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യണം, ദാറ്റ് ഈസ് ഹൗ എ ഗുഡ് മദർ ഇസ്. സോ അവരെ സെൽഫ് ഡൗട്ട് അടിക്കാറുണ്ട് ചിലപ്പേര്. മദർ ഗിൽട്ട് എന്ന് പറയുന്ന ഒരു കാര്യം സത്യമാണ്. എസ്പെഷ്യലി വർക്കിംഗ് മദേഴ്സിനൊക്കെ ഒത്തിരി പേര് മദർ ഗിൽട്ടിലൂടെ പോകുന്നുണ്ട്. മദേഴ്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നില്ലെങ്കിലോ ഗിൽട്ട് അടിക്കത്തില്ല? നോ, ലിസൺ ടു മീ. ഞാൻ ഉദ്ദേശിച്ചത്, അന്ന് ആൾക്കാർ ഒത്തിരി മദേഴ്സിനെ ഇങ്ങനെ മദർ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ ദേ ആർ സെറ്റിംഗ്, ഓക്കെ മദേഴ്സ് ആക്ച്വലി നല്ല മദർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആയിരിക്കണം എന്നൊരു സെറ്റ് ഓഫ് റൂൾസ് ഇട്ടിട്ട് സെറ്റ് ചെയ്യുന്ന പോലെ തോന്നുന്നില്ലേ? എനിക്കില്ല. You didn't feel that? I personally felt that. മദേഴ്സ് ഞാൻ പറയുന്ന എല്ലാ മദേഴ്സും ഒരുപോലെ ആയിരിക്കില്ല. അതായത് ഇപ്പം ചിലരും വർക്കിംഗ് മദർ ആയിരിക്കും, ചിലപ്പം ഈ ഫുൾ ടൈം മദർ ആയിരിക്കും. അങ്ങനെ പല പല സിറ്റുവേഷനിലൂടെ പോകുന്നവരായിരിക്കും. ഉദാഹരണത്തിന് ഇപ്പം എൻ്റെ കൂടെയുള്ള നേഴ്സ്, ഓക്കെ, അവര് ചെറിയ എത്രയോ മാസം ഉണ്ടാകുമ്പോൾ നാട്ടില് വിട്ടിട്ട് വന്നതാണ്. പക്ഷെ ഷീ ലവ് ഹർ ചൈൽഡ്. അപ്പം പറയുമ്പം ആ കൊച്ചിൻ്റെ കൂടെ ഷീ ഡിഡ്ന്റ് സ്പെൻഡ് ടൈം, ബട്ട് ഷീ ഈസ് എൻ അമേസിംഗ് മദർ എന്നും സംസാരിക്കും. അത് പറയുമ്പോൾ കണ്ണിങ്ങനെ നിറയും. ഓക്കെ, ഇപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പം എത്രയോ പ്രവാസികളുടെ മക്കള് ഇപ്പൊ നാട്ടിലുള്ളവരുണ്ട്. അവരുടെ വാല്യൂ അറിയുന്ന, അവർക്ക് വേണ്ടിയാണ് അവർ അവിടെ ജോലി ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ ആ കുട്ടി എന്നും പറയും എന്റെ അമ്മ എനിക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. അതന്നെയാ ഞാൻ പറയുന്നത്. ബട്ട് വാട്ട് ഐ എം ടോക്കിംഗ് ഇസ്, ഇങ്ങനെ ഓരോരോ സെറ്റ് ചെയ്യുമ്പം അത് കൂടുതൽ മദർ ഗിൽട്ടും നമ്മൾ കൂടുതൽ എക്സ്പെക്ടേഷൻ വെക്കല്ലേ? ഡോണ്ട് യു തിങ്ക് ഒരു പേരന്റിങ് എന്നൊക്കെ പറയുമ്പം ഐ ഫീൽ അച്ഛനും അമ്മയ്ക്ക് ഒരു തുല്യ റോൾ ഉണ്ട് അതില്. ഇപ്പൊ ഇത് പറയുമ്പം എല്ലാം എന്താ, അമ്മ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാല് they'll feel guilt. ഇപ്പൊ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്നൊക്കെ പറയുന്ന പോലെ they're going through a lot. So I feel അങ്ങനെ ഒരുപാട് എക്സ്പെക്ടേഷൻ വെച്ചിട്ട് മദർ ക്വീൻ അങ്ങനത്തെ രീതിയിൽ വെക്കാതെ സെലിബ്രേറ്റ് യുവർ മദർ, റെസ്പെക്ട് യുവർ മദർ, ലവ് ഹർ, ബട്ട് ഡു ഇറ്റ് എവറി ഡേ. Yeah, of course, do it every day. I agree to that. പക്ഷെ ഇങ്ങനെ ഒരു ഇപ്പൊ ഫാദേഴ്സ് ഡേ, മദേഴ്സ് ഡേ, ഇപ്പൊ ഒന്നും വേണ്ടല്ലോ, ഇപ്പം ഗോൾഡ് വാങ്ങിക്കാൻ അക്ഷയ തൃതീയ ഡേ, ഇങ്ങനെ പല കാര്യങ്ങളും ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് കൊണ്ടും അല്ലെങ്കിൽ നമ്മൾ ഹലോ തുളസി ഇവിടെ ഉണ്ടോ? തുളസിക്ക് പോയിട്ട് പറയാം കേട്ടോ. തുളസിക്ക് എന്താ തോന്നിയേ? മദേഴ്സ് ഡേ, ഫാദേഴ്സ് ഡേ, ഇങ്ങനെ ഓരോ സെലിബ്രേഷൻസ് എല്ലാം വെക്കുന്നത് നല്ലതാണല്ലോ. അതിപ്പോ ഞാൻ പറഞ്ഞോട്ടെ, ഓരോരുത്തരുടെ പെർസീവ് ചെയ്യുന്ന പോലെ ഇരിക്കും. യുവർ പോയിന്റ് ഇസ് കറക്റ്റ് ഇൻ എ വേ ദാറ്റ് നമ്മൾ അങ്ങനെയുള്ള ഒരാളെ, അങ്ങനെ ഒരു മദറിനെ കുറിച്ച് ചിന്തിക്കുമ്പം ഓഫ് കോഴ്സ്. പക്ഷെ ഈ മദേഴ്സ് ഡേ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ അമ്മ എന്ന് പറയുമ്പോൾ എന്റെ അമ്മ ഇത്രയൊക്കെ ചെയ്തിരിക്കണം എന്നൊരു എക്സ്പെക്ടേഷന്റെ ആവശ്യമില്ല. അമ്മ ഈസ് അമ്മ. You know, exactly. Your dad is dad. There is no need of any expectation. Mother's Day അന്ന് it's like, you know, നിങ്ങൾക്ക് തോന്നണം നിങ്ങളുടെ അമ്മയോട് അന്ന് ഇപ്പൊ ചിലപ്പം ആയിരിക്കും എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നവർക്ക്, ഇപ്പൊ വയസ്സായവർക്കൊന്നും ചിലപ്പോൾ ഗിഫ്റ്റ് ആരും കൊടുക്കുന്നില്ലായിരിക്കും. പക്ഷെ ഈ ഒരു ഡേ വെച്ച് നോക്ക്, ചിലപ്പോൾ മക്കള് നാട്ടിലോട്ട് എന്തെങ്കിലും അയച്ചു കൊടുക്കും.
എന്തെങ്കിലും ഒന്നാവട്ടെ. ആയിക്കോട്ടെ. ബട്ട് ഐ ഫീൽ അങ്ങനെ ഒരു നമ്മൾ പറയാറുണ്ട് ഇതുപോലെ വാലന്റൈൻസ് ഡേക്കും എന്നും വാലന്റൈൻസ് ഡേ ആണ്, അതുപോലെയും അല്ല. അമ്മ എന്ന് പറയുമ്പോൾ ഐ തിങ്ക് അങ്ങനെ ഒരു ദിവസം മാത്രമായിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യരുത്. ഇതൊക്കെ നമുക്ക് ഓരോരുത്തരും ഓരോ ഇൻടേക്ക് ആണ് അല്ലേ തുളസി? അതെ, നമ്മൾ ഇതിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി അതൊരു വലിയൊരു ഡിബേറ്റ് തന്നെ പോവാം. അപ്പൊ തുളസിയോട് ഞാൻ ചോദിക്കാൻ വന്ന മദേഴ്സ് ഡേയുടെ കാര്യം പറഞ്ഞിരുന്നു. പിന്നെ അതുപോലെ തന്നെ തുളസി ഒരു ദിവസം എപ്പോഴെങ്കിലും സെൽഫ് ടൈമിന് ഉപയോഗിക്കാറുണ്ടോ? അങ്ങനെ ചെയ്യാറുണ്ട്. ഓക്കെ, ഇനി അത് കൂടുതൽ ചെയ്യാം. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, സ്റ്റാർട്ട് പറഞ്ഞോളൂ. സ്റ്റാർട്ട്. ഓക്കെ, stop. And your topic is your choice. പറഞ്ഞോളൂ, ഏതാ വേണ്ട? ഏതിലാണ് മെഡിക്കി? ജികെ ആണോ? എന്താണ് ഒച്ചയിക്കണേ? ടിവി ആണോ? ആ ടിവിയുടെ വോളിയം ഒന്ന് കുറക്കോ പ്ലീസ്. മ്യൂസിക് ആണ് വേണ്ടത്. അപ്പൊ മ്യൂസിക് ശ്രദ്ധിച്ചോളൂ. ശബ്ദം ടിവിയിലാ വെക്കുന്നെങ്കിൽ ടിവിയിൽ ശബ്ദം വെച്ചോളൂ. ശ്രദ്ധിച്ച് കേക്ക്, റിപ്പീറ്റ് ചെയ്യത്തില്ല. ഓക്കെ, ക്വസ്റ്റ്യൻ ഇസ് there. ഏതാണ് സിനിമ എന്ന് തിരിച്ചറിയുക. കാതൽ കൊണ്ടേ, കോവിൽ, 7G റെയിൻബോ കോളനി. സോങ് വന്നില്ലല്ലോ. കേട്ടില്ല? വന്നു. ടിവിയിൽ ശ്രദ്ധിച്ചില്ലേ വോളിയം കൂട്ടിയിട്ട്? അത് ശരി. അന്ന് ടിവിയിലൂടെ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കോ. ഒന്നുകൂടെ വെച്ചു കൊടുക്കും. ഒന്നുകൂടെ വെക്കാം. ടിവിയിൽ ശ്രദ്ധിച്ചു കേൾക്കാം. പെട്ടെന്ന് അധികം ടൈം കിട്ടില്ല. കേൾക്കുന്ന ഉടനെ പറഞ്ഞോളൂ കേട്ടോ. ടൈമിങ്ങിന്റെ പ്രശ്നമുണ്ട്. ചെറിയ ചാൻസ് കളയണ്ട. ഓക്കെ, ടിവി ഒന്ന് മ്യൂട്ട് ചെയ്യുവോ? ആൻസർ പറയൂ. കാതൽ കൊണ്ടേ. ഓപ്ഷൻ എ. ലെറ്റ്സ് ലോക്ക്. ഓപ്ഷൻ എ. പക്ഷേ ആൻസർ സി ആയിരുന്നു. 7G റെയിൻബോ കോളനി. കണ്ടിട്ടുണ്ടോ ഈ പടം? ഇല്ല. കുഴപ്പമില്ല. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സോങ് അല്ലേ? തുളസി ഇനി വിളിക്കണം കേട്ടോ. ലവ് ടു ടോക്ക് ടു യു. ഓക്കെ, താങ്ക് യു. ഹലോ. ഗുഡ് ഈവനിങ് ശശിട്ട. വെൽക്കം ബാക്ക്. വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് എവിടെയൊക്കെ മഴ പെയ്യുന്ന എവിടെയോ ഒരു പോസ്റ്റ് കണ്ട പോലെ തോന്നുന്നു. പെയ്തായിരുന്നോ? ഒരു പോസ്റ്റ് ഞാൻ കണ്ടു. പിന്നെ പോസ്റ്റിന് ലൈക്കിന് വേണ്ടിട്ട് ഇനി ഇട്ടതാണെന്ന് എനിക്ക് അറിയത്തില്ല. അല്ല, ഒരു വേറെ ന്യൂസ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഇടക്കിടക്ക് ഇതുപോലെ പോസ്റ്റ് കാണും നിങ്ങൾ. മഴ പെയ്യും, അതിലൊന്നും വിശ്വസിക്കരുത്. പോസ്റ്റ് ഞാൻ കണ്ട്. മഴ പെയ്യുന്നു. എവിടെയെങ്കിലും കേട്ടായിരുന്നോ? ഞാൻ കണ്ടില്ല. നന്നായി. എന്നെ പോലെയുള്ള പൊട്ടത്തര ഉള്ള കാണുന്നൊക്കെ കാണുന്നുണ്ട്. സുമംഗലി ചേച്ചി ഉണ്ടോ അടുത്ത്? ഉണ്ടല്ലോ. ആഹാ, ഞങ്ങളൊരു ബിഗ് ഹായ്. എന്തോ എന്താ വിളിക്കാതെ, എന്താ സംസാരിക്കാത്ത ഞങ്ങളോട്? വിളിക്കുന്നുണ്ടല്ലോ. ആ, അത് ശരി. എടുക്ക ചേച്ചി കൂടെ സംസാരിക്കണം. മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്ക് സംസാരിക്കാൻ അവസരം. അതാ അപ്പൊ ചേച്ചിക്ക് സംസാരിക്കാൻ അവസരം കൊടുക്കണം. ഓക്കെ. അപ്പൊ എനിക്ക് ആവേശം കണ്ടോ? ആവേശം കണ്ടു. എങ്ങനുണ്ട്? മോനെ എങ്ങനുണ്ട്? എന്നെ വഴക്ക് പറയരുത്, ഞാൻ അതിന്റെ ഡയലോഗ് പറഞ്ഞു. അങ്ങനെ ഇന്നലെ ഇതൊക്കെ ചോദിച്ചുള്ളൂ. എന്തോ കള്ളുകൂടിന്ന്. അടിയും കള്ളുകൂടിയും ഒക്കെ തന്നെ എല്ലാവരും പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. അത് ഓരോരോ ഏജ് കാറ്റഗറിയിൽ ഇഷ്ടപ്പെടുന്ന പോലെ. ഫോർ എക്സാമ്പിൾ പ്രേമാലു കണ്ടിരുന്നോ? പ്രേമലു അത് ഇഷ്ടായോ? ഇഷ്ടായി അല്ലേ? കാരണം പ്രേമം കണ്ടപ്പോ എനിക്ക് അത്ര വലിയ ഇഷ്ടമായിട്ടില്ല. പക്ഷെ കുറെ പേർക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് തോന്നുന്നത് ഡിപ്പെൻസ്. ഫീൽ ഗുഡ് മൂവി എന്ന് പറയും. അങ്ങനെ കാണാം. വൺ ടൈം വാച്ച്. ഇടയ്ക്ക് ഒരു ചെറിയ സ്മൈലൊക്കെ നമ്മുടെ മുഖത്ത് വരും. അങ്ങനെ അതുപോലെ തന്നെ ഇതിനകത്ത് പാട്ടുകള് ഇല്ലുമിനാറ്റി എന്നുള്ള പാട്ടൊക്കെ
എന്തെല്ലോ ഒരു പാട്ട് പാടുന്നു. ഇലുമിനാറ്റി എന്നൊരു വാക്കിനെ വെച്ചിട്ട് ആ പാട്ട് ക്രിയേറ്റ് ചെയ്തത് സുഷിൻ ശ്യാമിനെ നോ ഇപ്പൊ വളരെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ളവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കോളേജ് സ്റ്റുഡൻസിനൊക്കെ. അതെ 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 അതെ. ശശിയേട്ടന്റെ സ്റ്റൈൽ ഓഫ് പാട്ട് ഏതാണ്? ഏത് ഒരു ജോണറിലുള്ള പാട്ട് ടൈപ്പ് ഓഫ് പാട്ടാണ് ഇഷ്ടം? എനിക്കാ ഒരു 90s പാട്ടാണോ പഴയ പാട്ടാണോ? ചെറുതിലൊക്കെ കേൾക്കുന്ന പാട്ടല്ലേ അതൊക്കെ ഇഷ്ടം. പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആ ടൈമിൽ 90s പാട്ട് ഇഷ്ടമല്ല? 90s ഒത്തിരി നല്ല പാട്ടുകൾ. നിങ്ങളുടെ കല്യാണ സമയത്ത് ചില മെമ്മറീസ് ഉണ്ടാവല്ലോ ചില പാട്ടുകൾക്ക്. ഓക്കെ, നിങ്ങളുടെ കല്യാണ സമയത്ത് നിങ്ങൾ ഒരുമിച്ചൊക്കെ കേൾക്കുന്ന ഒരു പാട്ട് ഏതായിരുന്നു ആ കല്യാണം കഴിഞ്ഞ സമയത്ത്? 10-15 കൊല്ലം സുമംഗല ചേച്ചിക്ക് എന്തായാലും ഓർമ്മയുണ്ടാവും. പാട്ട് ഓർക്കാൻ പറ്റുന്നില്ല. സാധാരണ സ്ത്രീകൾക്കാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ഓർമ്മ ഉണ്ടാവാറ്. പെണ്ണിന്റെ ചെഞ്ചുണ്ടിൽ എന്നൊക്കെ പറയുന്നത് അതാണോ? അതൊക്കെയാണ് അന്നേരം ഇറങ്ങിയ ഫിലിമാ. ചില പാട്ടുകൾക്ക് ഒരു നമ്മളെ പഴയ നമ്മുടെ ആ ഒരു നിമിഷത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പൊ ഈ പറഞ്ഞ നിമിഷത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ലൈഫ് എന്ത് ഫാസ്റ്റ് ആയിട്ടല്ലേ പോകുന്നേ? എത്ര ഫാസ്റ്റാണ് അല്ലേ? അല്ലേ? ഒരു വീക്കെൻഡിൽ നിന്ന് അടുത്ത വീക്കെൻഡിലോട്ട് ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ വലിച്ചു കൊണ്ടുപോയി. ദൈവമേ ഇപ്പൊ എത്തിയിട്ടില്ല. എന്തുവാ പെട്ടെന്ന് പോകുന്നുണ്ട്. അതെ അതെ അതെ, സത്യം സത്യം, വളരെ പെട്ടെന്നാണ്. ഡോണ്ട് ഇവൻ നോ എന്താ പറയുന്നത്. ഈവൻ നമ്മളുടെ ഓരോ ഇൻട്രസ്റ്റ് മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ പണ്ടൊക്കെ കേട്ടിട്ടുണ്ട് ഫ്ലൈയിങ് കാർസ് ഒക്കെ വരും, നമ്മൾ തമാശക്കൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ അതുവരെ ഇപ്പോ ശരിക്കും പറഞ്ഞാൽ നിലവിൽ വന്നു കഴിഞ്ഞു. അതിനെ കുറിച്ചൊക്കെ എന്താണ് ചേട്ടന്റെ അഭിപ്രായം? ഫ്ലൈയിങ് കാർസ് ഇപ്പൊ ടാക്സി വന്നില്ലേ, എയർ ടാക്സി, അറിഞ്ഞിരുന്നതിനെ പറ്റി? അങ്ങനെ ഇപ്പൊ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന എന്താ അതൊക്കെ അറിയാറുണ്ട്. അല്ല ഇതിപ്പോ നമുക്കിപ്പോ മാർക്കറ്റിൽ അവൈലബിൾ ആണ്, ആൾക്കാർക്ക് വാങ്ങിക്കാം. ചേട്ടൻ വാങ്ങിക്കോ? ആകാശത്തോട് പറത്ത് ഓടിക്കും. ആ സമയത്ത് നോക്കാം, നമ്മളൊക്കെ ജീവിച്ചിരിപ്പുണ്ടാവില്ല. നമ്മളൊക്കെ ആൾക്കാർ വാങ്ങിക്കുമ്പോഴേ പറയാൻ പറ്റത്തില്ല. ഓരോ വർഷമാണ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? അതെ, ഡെഫിനറ്റ്ലി. അപ്പൊ ഞാൻ നോക്കുമ്പോ ദേണ്ടടാ പോകുന്നു നമ്മുടെ ചേട്ടനല്ലേ അത്. എനിവേ നമ്മൾ ചുമ്മാ തമാശക്ക് കുറെ ഡിസ്കഷൻ പറയുന്നതേ ഉള്ളൂ. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് പറഞ്ഞു. ഓക്കെ, അതെ അവന് കുറച്ച് മടി ഇച്ചിരി മടി തുടങ്ങിയിട്ടുണ്ട്. അതെ അതെ, ഓടട്ടെ. ഓക്കെ, അപ്പൊ ജികെയുടെ ഫസ്റ്റ് ടോപ്പിക്. ഓൾ ദി ബെസ്റ്റ്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, പച്ചഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? ഗ്രീൻ പ്ലാനറ്റ് എന്നറിയപ്പെടുന്ന പ്ലാനറ്റ് ഏതാണ്? ചൊവ്വ, യുറാനസ്, പ്ലൂട്ടോ. ഗ്രീൻ പ്ലാനറ്റ് എന്നറിയപ്പെടുന്ന ഗ്രഹം, ആ പ്ലാനറ്റ് ഏതാണ്? ചൊവ്വ, യുറാനസ്, പ്ലൂട്ടോ. പ്ലൂട്ടോ ഗ്രഹത്തിൽ നിന്ന് മാറ്റിയതില്ലായിരുന്നു. പച്ച നിറം അടിക്കുന്നതാണ് ആ പച്ച പ്ലാനറ്റ്, അതായത് യുറാനസ്. എന്റെ മനസ്സിലും ഗ്രീൻ പ്ലാനറ്റ്. ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഇറ്റ്സ് എ ഗ്രഹം എനിമോർ. ഐ ഡോണ്ട് നോ. പോട്ടെ, സാരല്ല. താങ്ക് യു സോ മച്ച്. അടിപൊളി ഒരു എന്താ പറയുന്നത് രാത്രി ആശംസിക്കുന്നു. അതെ, പുതിയൊരു ഇൻഫർമേഷൻ അറിഞ്ഞില്ലേ, നോളജ് അറിഞ്ഞില്ലേ? പച്ച പ്ലാനറ്റ്, പച്ചഗ്രഹം അല്ലെ, യുറാനസ്. ഓക്കെ, നൈസ് ടോക്കിംഗ് ടു യു. വീണ്ടും വിളിക്കാം. ബൈ. So that was our dearest ശശിയേട്ടൻ ആൻഡ് സുമംഗല ചേച്ചി. നിങ്ങളും പെട്ടെന്ന് വിളിക്കുക. നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 0423822491. ഹലോ. കോള് കട്ടായി പോയി. നോ പ്രോബ്ലം, നമുക്ക് അടുത്ത കോളർ വിളിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ ആവേശത്തിന്റെ പാട്ടിന്റെ കാര്യം പറയുന്നു. സുഷിൻ ശ്യാമിന്റെ അതിനകത്ത് ഒരു പാട്ടില്ലേ, ജാട. അത് സുഷിൻ ശ്യാമിനോട് ചോദിക്കുന്നു ആരുടെ ഇതെന്തുകൊണ്ടാണ് ബാസിയെ കൊണ്ട് പാടിപ്പിച്ചത്. വെൻ ഐ ഹേർഡ് ദാറ്റ് ലിറിക്സ് ഇറ്റ് സെൽഫ്, എനിക്ക് ബാസിയുടെ അല്ലാതെ വേറൊരു ശബ്ദം അതിലേക്ക് മാച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ബാസി പാടിയ സുഷിൻ ശ്യാം സോങ്സ് എല്ലാം തന്നെ ഭയങ്കര ഹിറ്റാണ്. ഈവൻ മറ്റേ നമ്മുടെ ഇതില്ലായിരുന്നു, മമ്മൂട്ടിയുടെ ഒരു സിനിമ ഇല്ലായിരുന്നു കുറെ ഫാമിലി ആയിട്ട് നടുക്ക് വന്നിരിക്കുന്നത്, മറ്റേ സെൽഫ് എടുക്കുന്ന ഫോട്ടോ എടുക്കുന്ന എന്താ അതിലൊരു പാട്ടില്ലായിരുന്നോ?
പാട്ട് പരദേശ, അത് പാടിയിരിക്കുന്നത്, അതുപോലെ തന്നെ ജാട പാടിയിരിക്കുന്നു. ലോഡ് ഓഫ് ഒരു പ്രത്യേക ടോണാണ് എന്താണെങ്കിലും ബാസിയുടെ. അതെ അതെ ഡെഫിനറ്റ്ലി. മൂപ്പര് നന്നായിട്ട് റാപ്പ് ചെയ്യുന്ന സ്റ്റൈൽ ഇസ് ഡിഫറെന്റ്. അത് ആൾക്കാരോട് കണക്റ്റഡ് ആവുന്നുണ്ടോ ഇപ്പോഴത്തെ ജനറേഷൻ എസ്പെഷ്യലി. ഐ തിങ്ക് വി ഹാവ് കോൾ ഹലോ. എവിടെയായിരുന്നു അമ്മ? എവിടെ പോയി? ഫ്രണ്ടിലേക്ക് വരാം. നമ്മളെന്തെങ്കിലും ബാക്കപ്പ് പോയി നിൽക്കണം. എന്നെ ഉണ്ട്, ഇവിടെ എന്നെ ഉണ്ടല്ലോ. കണ്ടായിരുന്നോ ഇന്ന് അറബി ഇതാണ്? അയ്യോ ആ അറബിയുടെ കാര്യമല്ല, ഈ അറബിയുടെ കാര്യം പറഞ്ഞു. മെഹറുബാന്റെ ഡ്രസ് ഇതല്ല, അത് വേറെ ആണോ? ഇതിപ്പോ ഏതാണ്? ഇത് ഹബീബി ഹബീബി പാടാൻ അറിയാൻ മേലത്തില്ലേ ഞാൻ? എന്തോ ആന്നേ, ഞാനാണെങ്കിൽ ഇവിടെ വന്ന് ഇറങ്ങിയേ. സാധാരണ എന്റെ ഇങ്ങനെ ഒരു ഡ്രസ്സിങ് ആണല്ലോ ഞാൻ വരുന്നേ. ഇതൊക്കെ ഇട്ടോണ്ട് അല്ല, ഞങ്ങള് കാണുന്നില്ലല്ലോ, ഞങ്ങൾ രണ്ടുപേരും കാറിനകത്താണ്. കാറിന് പുറത്തിറങ്ങുമ്പോഴാണ് ഞങ്ങൾ തമ്മിൽ കാണുന്നത്. ഞാൻ പറഞ്ഞു, ഓ മൈ ഗോഡ്, വാട്ട് എ കോൺട്രാസ്റ്റ്. എന്തോ അതെ അതെ അതെ, സിമിയുടെ ഞാൻ പറയായിരുന്നു, സിമ്മിന്റെ ഉള്ളിൽ വേറൊരു വ്യക്തി. ഇതൊക്കെ എളുപ്പമല്ലേ? അതെ അതെ, ഭയങ്കര ന്യൂട്രൽ. പിന്നെ സിമി എന്തിട്ടാലും സിമിക്ക് ഭംഗിയാവുന്നത്. സുന്ദരിക്ക് എന്തിനാണ് പൊട്ട്? അല്ലെ അല്ലെ? എന്തോ സംഭവം നടക്കും ഇവിടെ കേട്ടോ. നിങ്ങളുടെ എല്ലാവരുടെ ശ്രദ്ധയ്ക്ക് ഇന്ന് ശൈല എന്തോ പ്ലാൻ പണിയിട്ടില്ല. പക്ഷെ ഇതില് ശൈലമ്മ ഈ കാണുന്ന ചിത്രത്തിലും സിമിയും തമ്മിൽ എന്തോ ഒരു സാമ്യമുണ്ട്. ക്യാൻ യു ഫിഗർ ഇറ്റ് ഔട്ട്? എന്താണ് ചുണ്ടായിരിക്കും. ആ ചുണ്ടും ഈ ചുണ്ടും ഒന്ന് നോക്കിക്കേ. എടുത്ത് വെച്ചോളില്ലേ, ഈ കാണുന്ന ചുണ്ടും ആ കാണുന്ന ഇല്ലേ, ഭയങ്കരല്ലേ മൂക്കും. മതി, ഓവറാക്കണ്ട. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം കേട്ടോ. കാരണം വയറ് നിറഞ്ഞല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളൽ ഉന്തലൊക്കെയാണ് നടക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞായിരുന്നോ മിസ്റ്റർ ബിബി ജോൺ ഹാപ്പി ബർത്ത്ഡേ അറിയിച്ചിരുന്നോ? ആ അത് ശരി, അത് ശരി. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യനിലോട്ട് പോവാം. സ്റ്റാർട്ട് പറഞ്ഞോളൂ. ഓക്കെ, ഇവനെന്താ ഇത്ര സ്ലോ ആയിട്ട്? ഞാൻ അടുത്ത് നിൽക്കുമ്പോ നല്ല സ്പീഡ് കൂടിയിട്ടാ. ഓക്കെ, സ്റ്റോപ്പ് പറഞ്ഞോ? ഓക്കെ, നമുക്ക് മൂവീസ് ആണ് വന്നിരിക്കുന്നത്. സിനിമകൾ ഇഷ്ടപ്പെടുന്ന മാലിക്കിന്റെ സഹായം ഉപയോഗിക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. യുവർ ക്വസ്റ്റ്യൻ ഈസ് ഹിയർ. കുറുപ്പ് സിനിമയിൽ ടൊവിനോ തോമസ് അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേരെന്താ? പീറ്റർ ജോർജ്, ചാർലി, ചാക്കോ? നല്ല ഈസി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കുറുപ്പ് സിനിമയിൽ ടൊവിനോ തോമസ് അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേരെന്താണ്? പീറ്റർ എന്നായിരുന്നു, ചാർലി എന്നായിരുന്നു, ചാക്കോ എന്നായിരുന്നു? കുറുപ്പ് സിനിമ ഏതാന്ന് മനസ്സിലായില്ലേ? ഓക്കെ, സിനിമ മനസ്സിലായല്ലോ. കുറുപ്പ് സുകുമാരൻ. ആദ്യം പറഞ്ഞ ചാക്കോ എന്ന് പറഞ്ഞിരുന്നോ? അപ്പൊ അപ്പോഴത്തേക്ക് ലൈറ്റ് കത്തിയോണ്ട് ആൻസർ കറക്റ്റ് ആണ്. അതെ അതെ കറക്റ്റ്, അത് തന്നെ അത് തന്നെ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ചാർലി മറ്റേ വേറെ സിനിമയാണ്. ചാർലി നമ്മുടെ മറ്റൊന്നും ദുൽഖർ തന്നെയാണ്. ചാർലി, പക്ഷെ ആ സിനിമയുടെ പേരെന്താ? ചാർലി. ആ ചാർലിയാ. മാലിക്. ഇവിടെ വേറൊരു തമാശ ഇടയ്ക്കൂടെ പോയായിരുന്നു, അതേതോ ചാർലി സിനിമ ഏതാണ്? അല്ല, ചാർലി അവന്റെ ക്യാരക്ടർ എനിക്ക് ഓർമ്മയുള്ളൂ. ബിക്കോസ് അത്രയും സ്ട്രോങ് ക്യാരക്ടർ. അതെ അതെ, ഇതും അതെ കുറുപ്പ്. ഇതില് ടൊവിനോ അവതരിപ്പിച്ച കഥാപാത്രമാണ് ചോദിച്ചത്. ദൈവം നീ പറഞ്ഞു. എനിവേസ് നമുക്ക് കൂടുതൽ വളഞ്ഞു തിരിഞ്ഞ് മറിച്ചിടണ്ട. നമുക്ക് നെക്സ്റ്റ് സ്റ്റാർട്ടിലേക്ക് പോവാം. സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് പറഞ്ഞോ. ഓൾ റൈറ്റ്, സ്പോർട്സ്. ഇപ്രാവശ്യം സ്പോർട്സ് ആണ് ടോപ്പിക്. സ്പോർട്സിലേക്ക് നമുക്ക് കിടക്കാം. എങ്ങനെയാ മാലിക് സ്പോർട്സിലേക്ക് ഇഷ്ടമുള്ള ആളായിരുന്നോ? ഓക്കെ, ഷൂസ് ലേസ് ഒക്കെ കെട്ടി റെഡി ആയി ട്രാക്കിൽ നിന്നോളൂ. പിങ് പോങ് എന്നറിയപ്പെടുന്ന കായിക ഇനം ഏതാണ്? ടേബിൾ ടെന്നീസ്, ഷൂട്ടിംഗ്, ബാസ്കറ്റ്ബോൾ. ടേബിൾ ടെന്നീസ്, ഷൂട്ടിംഗ്, ബാസ്കറ്റ്ബോൾ. ഇതിലെ പോയി പെട്ടെന്ന് പോയോ? എളുപ്പമാണ്. ടേബിൾ ടെന്നീസ്. യെസ്, ലെറ്റ്സ് ടോക്ക് ദാറ്റ്. എന്ത് തോന്നുന്നു സിമി? കറക്റ്റ് ആയിരിക്കും? ആണോ? പെർഫെക്റ്റ്. സമയം കഴിയുന്നതിന് മുമ്പ് ഉത്തരം പറഞ്ഞല്ലേ? വളരെ നേരത്തെ ആൻസർ പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. വെൽ പ്ലേഡ്. ഈസി ക്വസ്റ്റ്യൻ. അതെ. ഓക്കെ, അപ്പൊ നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യനിലോട്ട് ചോദിക്കുകയാണ്. നമ്മുടെ ഗിഫ്റ്റ്സ് സ്പോൺസർ ചെയ്യുന്നവർക്ക് ഒന്നുകൂടെ പറയാം. മജ്ലിസ് റെസ്റ്റോറന്റ്, ഗ്രീൻ അലീഫ് ബ്യൂട്ടി സലൂൺ,
Dubai Crocodile Park and special gift hamper from Ujala. Char bundu wala. Ting ting ting. അതിപ്പം ആഡ് ഇപ്പൊ നമുക്ക് കൊടുക്കാം. അപ്പൊ നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. All the very best. തകർക്കണം. പറഞ്ഞോ സ്റ്റാർട്ട്. ആര്യ പറഞ്ഞു പറയണ്ടേ? പറഞ്ഞോ. അവൻ തിരിയട്ടെന്ന്, അവന് ക്ഷീണമാകും. എടാ നിക്കടാ, സ്റ്റോപ്പ് പറഞ്ഞടാ. ഇവരെന്താ ചെവി ഇട്ടൂടെ? എടാ നിക്ക്. GK. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. GK ക്വസ്റ്റ്യൻ ഇതാ വന്നിരിക്കുകയാണ്. നമുക്ക് ചോദിക്കാം. ഒന്നാം കേരള മന്ത്രിസഭയിലെ ഭക്ഷ്യമന്ത്രി ആരാന്നാണ് ചോദ്യം. TV തോമസ്, KR ഗൗരിയമ്മ, KPA മജീദ്. ഇതിലാരാണ് ഒന്നാം കേരള മന്ത്രിസഭയിലെ ഭക്ഷ്യമന്ത്രി? ഭക്ഷ്യമന്ത്രി എന്ന് വെച്ചാൽ ഭക്ഷണത്തിന്റെ മന്ത്രിയാണോ? ഫുഡ് മന്ത്രി. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, ഏതാ പറഞ്ഞേ? സിയാ പറഞ്ഞത്. തെറ്റിപ്പോയായിരുന്നു. TV തോമസ് ആയിരുന്നു കേട്ടോ. നല്ലൊരു അറിവല്ലേ? പക്ഷെ ലാസ്റ്റ് ആൻസർ തെറ്റിപ്പോയിട്ടോ. They play really well. അവര് ഒരു നമ്മളുടെ ഇപ്പൊ പറഞ്ഞ ടെക്നോളജി ഒക്കെ ഉള്ളത് കാരണം വേണമെങ്കിൽ കള്ളത്തരവ് കാണിക്കാം. ബട്ട് ഐ നെവർ ഫെൽറ്റ് ദാറ്റ് മാലിക്കും അമ്മയും ഗെയിം ചെയ്യുമ്പോൾ സത്യസന്ധമായി കളിക്കുന്ന വെരി വെൽ. ആൻഡ് കൺഗ്രാറ്റ്സ് ഫോർ ദാറ്റ് കേട്ടോ. എന്താ ഫുഡ് എന്തുവായിരുന്നു? പോയോ? അവര് പോയിടാ. ആണോ? നാളെ ചോദിക്കാം. ഹലോ, നമുക്കേ ഒരു ബ്രേക്ക് അത്യാവശ്യമല്ലേ? സോ സീ യു ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. Three in one. Welcome back to 3 in 1 powered by Time Drop, Time Express Cargo, gift sponsored by Majlis Restaurant, Green Olive Beauty Salon, Dubai Crocodile Park and special gift hamper by Ujala. അപ്പോൾ നമ്മൾ തിരിച്ചെത്തിരിക്കുകയാണ്. നമ്മൾ വിളിക്കുന്ന നമ്പർ 0423822491. സിമി ആൻഡ് ഷജില ഇസ് ബാക്ക്. അപ്പോൾ കോളർ ഉണ്ടോ നോക്കിയാലോ? ഹലോ. ഓക്കെ, അപ്പോൾ നമ്മൾ 0423822491. ഓക്കെ, ഓർത്ത് വിളിക്കാം. അപ്പൊ നിങ്ങൾ വിളിച്ച 3 ക്വസ്റ്റ്യൻ അത് കറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞാൽ ഈ പറഞ്ഞ ഗിഫ്റ്റ്സ് ഒക്കെ നിങ്ങൾക്ക് സ്വന്തം. അതുകൂടാതെ എന്താ പറയാ, ഒരു ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതിക്ക് ഒരു കപ്പൽ എൻട്രി ടിക്കറ്റ് ആണ് കിട്ടുന്നത് അല്ലെ? ദുബായ് ക്രോക്കഡൈൽ പാർക്കിലേക്ക് പോകാനായിട്ട് നമ്മൾ പോയിരുന്നു. അടിപൊളിയായിരുന്നു. ഏകദേശം 400 above crocodile, 200 above crocodiles. ആ ബേബീസ് ഉണ്ട്, മുട്ട ഉണ്ട്, ഇതെല്ലാം ഇപ്പൊ വളർന്നു കാണും. I think caller is back. Hello. ഇതാരാ? ഷൈമ. ഗുഡ് ഈവനിങ് ഷൈമ. എന്നാ ഉണ്ട് ഷൈമ വിശേഷം? ഓ, സുഖമായി പോണു. ആണോ? വീട്ടിൽ കുഞ്ഞു ബേബി ഉണ്ടെന്ന് തോന്നുന്നു. അതെ മോളുണ്ട്. ആണോ? എത്ര ആയി ബേബിക്ക്? മോൾക്ക് 4 വയസ്സ്. 4 വയസ്സ്. ഷൈമ എവിടുന്നാ വിളിക്കുന്നേ? ഞാനിവിടെ ദുബായ്. ഓക്കെ, ദുബായിൽ എവിടെ? ദുബായിൽ അൽനഹദ. ദുബായിയുടെ ജംഗ്ഷനിൽ. അതെ ഫുർക്കട തട്ടുകടന്റെ അടുത്താണ്. ഓക്കെ, അപ്പൊ ഷൈമ ഈ ജൂലൈ ഓഗസ്റ്റ് നാട്ടിൽ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? എപ്പോഴാണ്? ജൂലൈ ഓഗസ്റ്റ് അവധി നമ്മുടെ സ്കൂൾ അവധിയാണല്ലോ ആ സമയത്ത്. അപ്പോഴൊക്കെ നാട്ടിൽ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഇല്ല, ഇപ്പൊ പ്ലാൻ ഒന്നുമില്ല. അങ്ങനെ ഇരിക്കുന്നു. എവിടെയാണ് നാട്ടിലെ? നാട്ടില് മലപ്പുറം, പെരിന്തൽമണ്ണ. നാട്ടിൽ ഏറ്റവും കൂടുതൽ ഇപ്പൊ വീട്ടുകാരെയൊന്നും അല്ല ഞാൻ ചോദിക്കുന്നത്, വേറെ എന്താണ് മിസ് ചെയ്യുന്നത്? മിസ് ചെയ്യണത് ഫ്രണ്ട്സ് പറയണോ? എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഫ്രണ്ട്സ് എന്റെ ഇവിടെ ഉണ്ട്. പഠിച്ച ഒരുപാട് ഫ്രണ്ട്സ് എനിക്ക് ഇവിടെ ഉണ്ട്. അപ്പൊ നാട്ടിൽ അങ്ങനെ ഒരു സ്പെഷ്യൽ ആയിട്ടൊരു മിസ് ചെയ്യുന്ന ഏതൊരു കട, അവിടുത്തെ ഫുഡ് അങ്ങനെയൊന്നും ഇല്ല? എനിക്ക് ചക്ക മിസ് ചെയ്യുന്നുണ്ട്. ചക്ക? സത്യം. അല്ല ഞാൻ ചോദിക്കട്ടെ, നാട്ടിലെ പെരുന്നാള് മിസ് ചെയ്യാറില്ല? പണ്ട് നമ്മള് ചെറുപ്പത്തിലുണ്ടായ പെരുന്നാള് നാട്ടില് അങ്ങനത്തെ പഴയ കാലത്തെ അങ്ങനത്തെ മിസ് ചെയ്യാറുണ്ട്. ചക്ക കറക്റ്റ് ആട്ടോ. എത്രയൊക്കെ ആണെന്നാലും ഇവിടത്തെ ചക്ക മേടിക്കാൻ ഓർക്കുമ്പോ കാശിന്റെ എത്രയാണെങ്കിലും ഒരു പിശിക്കുക ഞാൻ. ചക്കയ്ക്ക് ഇത്രയും കാശ് കൊടുക്കാനുള്ള ഒരു മനസ്സ് എനിക്കില്ല. അന്ന് ഞാൻ കാശ് ഐസ്ക്രീം മേടിച്ചു തിന്നും. എന്തുവാ? നാട്ടിലാകുമ്പോ നമുക്ക് വയറ് നിറച്ച് കഴിക്കാം. നാട്ടിൽ നമ്മള് ചക്കയൊക്കെ അവസാനം ഞാൻ എടുത്ത് കളയാറില്ലേ, അത്രയും നിറഞ്ഞിട്ട്.
അതെ, ഇവിടെ നമ്മൾ ഒരു പീസ് ചെറിയ അതാണ്. വാങ്ങിയാല് സത്യവാ. ഞാൻ ഒമാൻ മറ്റേ സലാലെ പോയായിരുന്നു ഈ കഴിഞ്ഞ അവധിക്ക്, ഈ ഇതിന്റെ അവധിക്ക്. ആ സമയം അവിടെ ചെന്നപ്പോ അവിടെ ഈ കൂഴച്ചക്കയാ കിട്ടുന്നത്. ഓക്കെ, വായി വെക്കുന്നോണ്ടേ അലിഞ്ഞ് ഇങ്ങനെ തൊണ്ടക്കകത്തൊക്കെ ഇങ്ങനെ കുടുങ്ങി നിപ്പുണ്ടത്. ഓ, എന്താണ് പറഞ്ഞേ? കൂഴച്ചക്ക. നിങ്ങളുടെ അവിടെ എന്താ പറയാ? അയ്യോ, കുഞ്ഞു ചക്കയാണോ? അല്ല, സിമി ഉദ്ദേശിച്ചത് ആ ഒരു സ്റ്റിക്കി പോലെ തൊണ്ടേ പിടിക്കൂലേ? മനസ്സിലായോ? ഭയങ്കര ഞങ്ങള് 2 ചക്ക എനിക്ക് പേരറിയാവുന്നേ. നമ്മുടെ കോട്ടയത്ത് പറയുന്ന വരിക്കയും കൂഴയും എന്നാ പറയുന്നത്. വരിക്കയെന്ന് പറയുന്നതാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്തൊക്കെ ഈ നമ്മൾ വരുന്ന. കൂഴ ഭയങ്കര ഒരു ജെല്ലി പോലെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ചുമയൊക്കെ വരുന്ന പോലെ തോന്നുന്നത്. അതിനെന്താ അവിടെ പറയാ നിങ്ങളുടെ നാട്ടിലെ? അയ്യോ, എനിക്ക് പേര് ഞങ്ങളുടെ അവിടെ ഇല്ലേ കാസർഗോഡും അവിടെയൊക്കെ തുള്ളൻ എന്ന് പറയും. തുള്ളൻ ചക്ക. തുള്ളൻ ചക്ക. അല്ല, അങ്ങനെയും തോന്നുന്നട്ടോ. ഏതെങ്കിലും കാസർഗോഡ് വരിക്കാന്ന് പറയും. അരിക്കാക്ക് ഏതോ പച്ചക്കറി വരിക്കച്ചക്കയും കൂഴച്ചക്ക. വരിക്കച്ചക്ക കേട്ടിട്ടുണ്ട്. വരിക്കച്ചക്കയുടെ ദൈവമേ, ഇവള് രാത്രി ഗുളിക കഴിക്കാൻ സമയമായിട്ടോ. അപ്പൊ പാട്ട് പാടുവോ? അയ്യോ, ഞാൻ പാടില്ല. ആണോ? ഡാൻസ് കളിക്കൂ? ഡാൻസ് കളിക്കും. ഇത് എല്ലാവരുടെയും നമ്പറാണ്. അപ്പൊ ഡാൻസ് കളിക്കാൻ പറയില്ലല്ലോ. ഇപ്പം റീൽസ് ഒക്കെ ചെയ്യുവോ? എങ്ങനെ? ഡാൻസ് കളിക്കുമ്പോ റീൽസ് ഒക്കെ ചെയ്യുവോ? റീൽസ് ഇല്ലല്ല, ചെയ്യാറില്ല. വീഡിയോസ് എന്റെ ഫോണിൽ എടുത്ത് വെക്കും, പക്ഷെ ഞാൻ പോസ്റ്റ് ചെയ്യൊന്നുമില്ല. സ്വന്തമായി കണ്ട് കുളിര് കൊള്ളുന്ന ഒരാളാണോ? അതെ, എനിക്ക് വൈറലാകാൻ ഇഷ്ടമല്ല, അതാണ്. ഓ, ഞാനങ്ങ് ഇട്ടോടെ വൈറലാവുമല്ലോ. ഞാനൊക്കെ ഇട്ടിട്ട് ഒരു മനുഷ്യൻ കാണുന്നില്ല. എന്തൊരു ആത്മാഭിമാനം അല്ലേ? അതാണ് നേരത്തെ സിമി പറഞ്ഞ സെൽഫ് ലവ് എന്ന് പറയുന്നത്. ഷൈമക്ക് അതായിരിക്കും ഇഷ്ടം അല്ലെ? ഷൈമ തന്നെ ചെയ്ത് ഷൈമക്ക് തന്നെ കണ്ട് ആസ്വദിക്കാൻ അല്ലേ? ഷൈമ മേക്കപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളാണോ? മേക്കപ്പ് ചെയ്യാൻ ഇഷ്ടമാണ്, പക്ഷെ ടൈം കിട്ടാറില്ല. അതെന്താ? എങ്ങനെയാണ്? 2 ലെയർ അടിക്കുന്ന ഒരാളാണോ 1 ലെയർ ആണോ? രാവിലെ 8 മണിക്ക് ബസ് ആണെങ്കിൽ 7:30 എണീക്കാം. അല്ല, ഇനി ഷൈമ വർക്ക് ചെയ്യുന്നുണ്ടോ? വർക്ക് ചെയ്യുന്നു. എവിടെ? ഞാൻ ഇവിടെ ഗർഭൂതില്. എന്ത് ടീച്ചറാണോ? എങ്ങനെയാലും ടീച്ചർ അല്ല, ഞാന് അഡ്മിൻ പ്ലസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അപ്പൊ വർക്കിന് പോകുമ്പോ മേക്കപ്പ് ചെയ്യില്ല? ലൈറ്റ് ആയിട്ടെങ്കിലും? ലൈറ്റ് ആയിട്ട് ജസ്റ്റ് ലിപ്സ്റ്റിക് ആണ് മെയിൻ ലിപ്സ്റ്റിക്. അതിനകത്ത് നമ്മളെല്ലാം ഉണ്ട്. അതെ അതെ അതെ. അതിപ്പോ ഒന്നും ഇട്ടിട്ട് ലിപ്സ്റ്റിക് ഇട്ടാലുള്ള ഒരു ബ്രൈറ്റ്. അത് നമ്മൾ ഒന്ന് പുറത്തിറങ്ങണമെങ്കിൽ ഒന്ന് ഇച്ചിരി എന്തെങ്കിലും ഗ്ലോസ് എന്തും ഇടാതെ പോവാൻ പറ്റില്ല. അപ്പൊ എന്തൊക്കെയോ എനിക്ക് നാണൊക്കെ ഇടുന്നില്ല. ഞാൻ രജനീകാന്തിന്റെ പോളിസിയാണ്. അങ്ങോട്ട് ഇറങ്ങുന്ന ഉടനെ എന്ത് പറ്റി സിമിക്ക് വയ്യായിയാണോ? വയ്യേ? എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ മേക്കപ്പ് ഇട്ടിട്ടില്ല. പണ്ട് സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോ കണ്ണ് എഴുതാതെ പോയാല് അല്ല ഇതുപോലത്തെ പല ഗോസിപ്സും കേട്ടായിരുന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ലവർ ആയിട്ട് പിണങ്ങിയോ? അല്ലാതെ ഞാനിങ്ങനെ നല്ല ലേറ്റ് ആയിട്ട് ഞാൻ ഇതുപോലെ വർക്കിന് പോകുമ്പോൾ മേക്കപ്പ് ഇടാതെ പോകുമ്പോൾ അവിടെയുള്ള പിള്ളേർ ചോദിക്കും റിസപ്ഷനിൽ, ഡോക്ടർക്ക് എന്ത് പറ്റി വയ്യേ? പറഞ്ഞു അല്ല, ഇതാണ് എന്റെ യഥാർത്ഥ മുഖം, ഞാൻ മേക്കപ്പ് ഇട്ടിട്ടില്ല. നിങ്ങൾ എന്നെ കണ്ടിട്ടില്ലല്ലേ? സത്യം ഈസ് ഓൾവേസ് സത്യമല്ലേ? അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ഞാൻ മേക്കപ്പ് ഇല്ലാതെയാണ് പോകുന്നത്. അത് കണ്ടു ആൾക്കാർക്ക് ഇപ്പൊ നമ്മൾ പറഞ്ഞ രജനീകാന്തിനെ കണ്ട് ശീലമല്ല. ഉദ്ദേശിക്കുന്നത് കണ്ണെഴുതണം, എനിക്ക് മസ്റ്റാണ് കണ്ണെഴുതാ, കുറച്ചൊരു ലിപ് ബാം ഇടാം അല്ലേ? അതെ അതെ അതെ. അപ്പൊ നമ്മുടെ മേക്കപ്പ് സെഷൻ ഒക്കെ കഴിഞ്ഞു, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് പറഞ്ഞോളൂ. സമയം എത്രയാ? 8:19. അറിയാലോ ഷൈമ എങ്ങനെയാ കളിക്കണ്ടേന്ന് അറിയാലോ അല്ലേ? അയ്യോ, എനിക്ക് ഓർമ്മല്ല. കുഴപ്പമില്ല, പെട്ടെന്ന് പറഞ്ഞുതരാം. ഞങ്ങൾ 3 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. ഓരോ ക്വസ്റ്റ്യനും 20 സെക്കൻഡ് ഈച്ച് ടൈം കിട്ടും. ഓരോ ചോദ്യത്തിനും ഓരോ ടോപ്പിക് ആയിരിക്കും. ടോപ്പിക് ചൂസ് ചെയ്യുന്നത് സിമിയുടെ അപ്പുറത്തുള്ള ചക്രമാണ്. ഷൈമ സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ അത് കറങ്ങാൻ തുടങ്ങും. സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ അത് നിൽക്കും. അന്നേരം ആ പോയിന്റർ എവിടെയാണോ കാണിക്കുന്നത് ദാറ്റ് വിൽ ബി ദ ടോപ്പിക്. ഓരോ തവണയും അതുപോലെ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് പറയണം. അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. 3 ഓപ്ഷൻ ഉണ്ടാവും. 20 സെക്കൻഡിനുള്ളിൽ ആൻസർ പറയണം. ദാറ്റ്സ് ഇറ്റ്. ഞങ്ങളുടെ ക്വസ്റ്റ്യൻ ചോദിച്ച ഉടനെ ഇവിടെ ടൈമർ സ്റ്റാർട്ട് ആവും. ടിവിയിൽ ടൈമർ ശ്രദ്ധിക്കരുത്, കാരണം ചെറിയൊരു ലാഗ് ഉണ്ട്. ഈ സ്റ്റാർട്ടും സ്റ്റോപ്പും വലിയ ഡ്യൂറേഷൻ വ്യത്യാസം ഇല്ലാതെ പറഞ്ഞാൽ മതി. ഓക്കെ, സ്റ്റാർട്ടും സ്റ്റോപ്പും പറഞ്ഞോളൂ. ഓക്കെ, വെരി ഗുഡ്. പെട്ടെന്ന് പഠിച്ചല്ലോ. ഓഡിയോ അല്ലേ? ഓഡിയോ ആണ് ഫസ്റ്റ് സ്റ്റോപ്പ്. ഓഡിയോ ആണ് ഫസ്റ്റ്. കാണാൻ പറ്റുന്നുണ്ടോ?
ടി വി കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. ഓക്കെ, എന്നാൽ നമ്മൾ ഒന്നും കൂടി സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് പറഞ്ഞേ. സ്റ്റാർട്ട് സ്റ്റോപ്പ്. ഓക്കെ, ഫസ്റ്റ് ടൈം വിളിക്കുന്നോണ്ടാണ് കേട്ടോ ഞാനൊന്നും കൂടെ പറഞ്ഞത്. നമുക്ക് GK നമ്മൾ സാധാരണ വിളിക്കുന്നവർക്ക് ഇങ്ങനെയൊന്നും പറഞ്ഞു കൊടുക്കാറില്ല. GK ആണ്. ക്വസ്റ്റ്യൻ ഇസ് ഹിയർ. ഓക്കെ, ഐസ് ഹോക്കി ഏത് രാജ്യത്തിന്റെ ദേശീയ കളിയാണ്? കാനഡ, ഹോളണ്ട്, സ്പെയിൻ. ഐസ് ഹോക്കി കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ഓക്കെ, അത് എവിടെയാണ്? കാനഡയിലാണോ, ഹോളണ്ടിലാണോ, സ്പെയിനിലാണോ? ടൈം പോകുന്നു. 7 seconds left. 7. അത് പലയിടത്തും കളിക്കുന്നുണ്ട്, പക്ഷെ ഏത് രാജ്യത്തിന്റേതാണ്, ഏത് ദേശത്തിന്റെ കളിയാണ്? ഹോളണ്ട്. ഓക്കെ. ഓപ്ഷൻ ബി ഹോളണ്ട് ആണ് പറഞ്ഞിരിക്കുന്നത്. ബസ് കാനഡ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ തണുത്ത് വരച്ച് കിടക്കുന്നത് അതാ ഞാൻ പറഞ്ഞത്. അത് ഒരു ഏത് ദേശത്തിന്റെ ആണ് എന്ന് ഞാൻ എടുത്തു പറഞ്ഞു. കാനഡ ആയിരുന്നു കേട്ടോ. നോ പ്രോബ്ലം ഡിയർ. വീണ്ടും വിളിക്കാൻ നെക്സ്റ്റ് ടൈം എന്തായാലും ഗിഫ്റ്റ് അടിക്കാം. ഓക്കെ, നൈസ് ടോക്കിംഗ് ടു യു. ബൈ ബൈ. ഓക്കെ, അപ്പം ഗിഫ്റ്റ് അടിച്ചോ ഇല്ലേ എന്നുള്ളതല്ല വിഷയം. ഞങ്ങളോട് വിളിക്കുക, ട്രൈ അല്ലേ, അറ്റംപ്റ്റ് ചെയ്യുക. ഹലോ, ഇതാരാ? ആരാണ്? ഗുഡ് ഈവനിങ്. ഇത് ആരുവാ? ആരായിരിക്കും? ഞാൻ ശാന്ത ചേച്ചി. എത്ര യുഗങ്ങൾക്ക് ശേഷമാണ് ഈ വിളിക്കുന്നത്. എവിടെയാ പോയിരുന്നേ? ഞങ്ങളൊന്നും ഓർക്കുന്നില്ലായിരുന്നോ? പിന്നെ ഞാൻ ഓർക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആന്നോ? എന്നിട്ട് ഞങ്ങളെ അങ്ങ് ഉപേക്ഷിച്ചായിരുന്നോ? അടുത്ത് നിൽക്കുന്ന ആളിനോട് ചോദിച്ചേ ഓർക്കുന്നുണ്ടോന്ന്. എനിക്ക് ഓർമ്മയുണ്ട്, കുറെ കാലം മുമ്പ് നമ്മൾ കോണ്ടാക്ട് ഉണ്ടായിരുന്നല്ലോ. മോൻ എന്ത് പറയുന്നു? കൊച്ചുമോൻ മോൻ നല്ല മിടുക്കനായി, നേരത്തെക്കാളും ഒരുപാട് ബെറ്റർ ആയി. താങ്ക് ഗോഡ്. ശാന്ത ചേച്ചി സന്തോഷമായിട്ടിരിക്കുകയാണ്? ഒരുപാട് സന്തോഷമായിട്ടിരിക്കുക. ഇപ്പൊ അമ്മയുടെ കൂട്ടത്താണ് മോന്. അത് ശരി. ടീച്ചൊക്കെ കുറെ നേരെയായി. SSLC എഴുതി. റിസൾട്ട് വന്നില്ലേ? വന്നു. നല്ല മാർക്കുണ്ട്. അങ്ങനെ സുഖമായിട്ടിരിക്കുന്നു. അതെ. ഇപ്പത്തെ SSLC എന്ന് പറയുന്നത് ഇപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഈ ഫേസ്ബുക്ക് ഒക്കെ തുറക്കാൻ മേല, എല്ലാവരുടെയും റിപ്പോർട്ട് കാർഡ് അതിന്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. ഞാനൊക്കെ ആലോചിക്കുമായിരുന്നു, എന്റെ കർത്താവെ, എന്റെ വർഷമൊക്കെ ഉണ്ടല്ലോ പത്രത്തിൽ ബ്രാക്കറ്റിൽ മാർക്ക് വരുമായിരുന്നു. അപ്പൊ അതുപോലെ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു. എന്തോ സുഖമില്ലാത്ത മോനല്ലേ? അയ്യോ, പാസ്സായാ മതി. ഇപ്പൊ ഞാനൊരു ടീച്ചറാണേ. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ പാസ്സായ തോറ്റൊന്നും പ്രശ്നമില്ല. ഏത് മാർക്കാണെങ്കിലും അവരുടെ ഒരു ഫ്യൂച്ചറിൽ അവരെന്തായി തീരുന്നു നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ ഫുൾ എക്സാമിനും A+ കിട്ടി ഈ കുട്ടി ഭയങ്കര മിടുക്കനാണെങ്കിലും നമ്മുടെ ലൈഫ് എങ്ങോട്ടാണ് നമ്മളെ നയിക്കുന്നത് നമുക്ക് അറിയത്തില്ല. സോ ശരിക്കും പറഞ്ഞാല് ഗുരുക്കന്മാരുടെയും അല്ലെങ്കിൽ പേരൻസിന്റെ ഉള്ള അനുഗ്രഹവും അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ അനുഗ്രഹം ഒക്കെ ഉണ്ടെങ്കിൽ അതിനുവേണ്ടിയാണ് കുട്ടികൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ഓഫ് കോഴ്സ് അവരുടെ എഫേർട്ട് അവർ ഇടണം. അറ്റ് ദ സെയിം ടൈം ഒരു ഭാഗ്യമാണല്ലോ, അല്ലേ? അതെ, തീർച്ചയായിട്ടും മോളെ. എത്ര പഠിത്തം ഉണ്ടെങ്കിലും നമ്മള് തലച്ചോറ് വർക്ക് ചെയ്യുന്ന പോലെ ഇരിക്കും മോളെ എല്ലാം. എത്രത്തോളം നമുക്ക് എത്ര ബുദ്ധിയുണ്ട്. നമ്മളിപ്പോ എല്ലാം പഠിച്ചിട്ട് ക്ലാസ്സിലേക്ക് പോവാണ്, അവിടെ ചെന്നിരിക്കുമ്പോ വരുന്നതൊക്കെ വേറെ എന്തെങ്കിലും ഒക്കെ. അത് ആ ഒരു നിമിഷം നമ്മുടെ കൂടെ എന്തോ ഒരു ശക്തി ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതെ, സത്യം പറഞ്ഞാല് ഒരു മാർക്സ് അല്ലെങ്കിൽ ഗ്രേഡ് എന്ന് പറയുന്ന ഒരു കുട്ടി വെച്ചിട്ടൊരു കുട്ടിയെ വിലയിരുത്തരുത്. അതെ, അങ്ങനെ സംഭവിച്ചിരുന്നു നേരത്തെ. പക്ഷെ ഇപ്പം പേരൻസ് ഒന്നും കൂടെ അതിനെ കുറിച്ച് ആലോചിക്കാറുണ്ട്. ഇപ്പൊ അത്ര മാത്രം ഭാരം കുട്ടികൾക്ക് കൊടുക്കാറില്ല. അങ്ങനെ നമ്മൾക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ നീ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും A+ ആയിട്ട് എനിക്ക് തോന്നുന്നത്. എന്തോ പേരന്റ് തന്നെ അതിനു വേണ്ടി മുൻകൈ എടുക്കണം. അതെ, തീർച്ചയായും. കാരണം പേരന്റ് ഒരിക്കലും മറ്റു കുട്ടിയെ കംപ്ലൈന്റ് പറയാനോ അവരെ കുറ്റം പറയാ, കണ്ടോ നിന്റെ കമ്പയർ ചെയ്യാതെ, നിന്റെ അടുത്തിരിക്കുന്ന കുട്ടി എങ്ങനെയാണ്, അല്ലെങ്കിൽ അവരുടെ മോള് ഇങ്ങനെയാണ്, നീ എന്താ ഇങ്ങനെ, ഒരിക്കലും കുഞ്ഞുങ്ങളെ ടെൻഷൻ ആക്കുന്ന ഒരു കാര്യം ചോദിക്കാൻ വളരെ വയസ്സായ കാര്യമാണ് ചേച്ചി പറഞ്ഞത്. മക്കള് പഠിച്ച മക്കളെ നമുക്ക് ഈ പ്രാവശ്യം മാർക്ക് കുറച്ചിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം പഠിച്ചിട്ട് നല്ല മാർക്ക് മേടിക്കാൻ. തീർച്ചയായിട്ടും ചേച്ചി ഇത് പറയുന്നത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പല പേരൻസും കേൾക്കണം എന്ന് എനിക്ക് വളരെ ആഗ്രഹമുണ്ട്. അതായത് ചേച്ചി വളർത്തുന്ന മകൻ എന്ന് പറയുന്നത് ഏത് കാര്യമായാലും തന്നെ മോളെ, പഠിത്തത്തിലെന്നല്ല ഏത് കാര്യമായാലും നമ്മളൊരു
കാര്യം ചെയ്ത് ഇപ്പൊ 10 പേരുടെ മുന്നിൽ നിന്ന് എന്തെങ്കിലും ചെയ്ത് അതൊന്ന് തെറ്റുവാണെങ്കിൽ സാരമില്ല. അത് അച്ഛനും അമ്മയാണ് അച്ഛനും അമ്മയായ നമ്മൾ സമാധാനം സന്തോഷം കൂടെ പോട്ട് മോളെ മക്കള് ക്ഷമിക്കുക, അത് തെറ്റാണെന്ന് നീ ടെൻഷൻ അടിക്കണ്ട, നമുക്ക് അടുത്ത പ്രാവശ്യം ഇതിന്റെ മുന്നിൽ എന്ന് പറഞ്ഞ് നമ്മൾ സമാധാനപ്പെടുത്തുക. അല്ലാതെ ഇങ്ങോട്ട് വരുമ്പോ പേരൻസ് ഇങ്ങോട്ട് കുട്ടികൾ ഇങ്ങോട്ട് സ്കൂളിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത് അങ്ങോട്ട് ബുക്കൊക്കെ വാങ്ങിച്ചങ്ങോട്ട് തുറന്നു നോക്കിയിട്ട് നിനക്കൊന്ന് ഇത്ര മാർക്കേ ഉള്ളോ, നീ ഇത്ര പഠിച്ചോളോ, നീ ഇത്ര എഴുതിയുള്ളോ. ആ കുഞ്ഞുങ്ങൾ ആ സ്പീഡോട് കൂടി അങ്ങ് അപ്സെറ്റ് ആവുകയാണ്. കുഞ്ഞുങ്ങൾക്ക് കുളിക്കണമെന്നില്ല, ഭക്ഷണം കഴിക്കണമെന്നില്ല ഒന്നില്ല. കാരണം പിന്നെ ടെൻഷനാണ്. എന്റെ മമ്മി ഇങ്ങനെ പറഞ്ഞല്ലോ, എന്റെ അമ്മ ഇങ്ങനെ പറഞ്ഞല്ലോ എന്നുള്ള ആ ടെൻഷൻ കുഞ്ഞുങ്ങൾക്ക് എത്ര നമ്മൾ ഇനി അത് പോട്ടെന്ന് വെച്ചാൽ ആ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ അത് പേരന്റ് ഒരിക്കലും കുഞ്ഞുങ്ങളെ കുറ്റപ്പെടുത്താൻ പാടില്ല. മനസ്സിലായി? എത്രത്തോളം പഠിച്ച എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ എത്രത്തോളം പഠിച്ചാലും നമ്മൾ എത്ര ഉയരങ്ങളിൽ എത്തിയാലും നമ്മളെ തലച്ചോറാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇന്ന് മോള് ഡോക്ടറാണ്. മോള് ഇന്നൊരു ഒരാൾ പല്ലെടുക്കാൻ വരുവാണ്. അവര് പറയുന്ന ഡോക്ടറെ അടുത്തോട്ട് ചെന്നാ മതി, അത് ഇങ്ങനെ ഇരിക്കുന്ന പല്ലാണെന്നങ്ങ് എടുക്കാം. പക്ഷെ ഡോക്ടർ നോക്കണം അത് ഏത് റൂട്ടാണ് പോയിരിക്കുന്നത്, ഏത് സൈഡാണെന്ന് നോക്കണം. അത് ഇന്നത് ചെയ്താലേ ഇന്നത് പറ്റും. അപ്പൊ ആ രോഗി ചോദിക്കണം, ഡോക്ടർ അത് ഇന്നത് ചെയ്താൽ പറ്റത്തില്ലേ? ഇല്ല അമ്മേ പറ്റത്തില്ല. അല്ലെങ്കിൽ ഇല്ല ചേച്ചി, അത് നമ്മളെ തലച്ചോറ് വർക്ക് ചെയ്യുന്ന പോലെയാണ് നമ്മള് ഇത് വർക്ക് ചെയ്യുന്നത്. മനസ്സിലായി? ഞങ്ങളെ 3 പല്ലെടുത്ത് ഒരു ഡോക്ടറെ അടുത്ത് കൊണ്ടുവന്ന് ഒരു പല്ലെടുത്ത് പല്ലിന്റെ 2 ദിവസം ആയപ്പോഴത്തേനും മോണ കയറി പഴുത്ത് നീരായി. അവിടുന്ന് ഒരു ഡോക്ടറെ അടുത്ത് ചെന്നപ്പോ പറഞ്ഞു അത് പല്ല് വേരൊടിഞ്ഞെന്ന് തോന്നുന്നു, നോക്കട്ടെ, ഒന്നുകൂടെ വേണം. അടുത്തൊരു പല്ലൂടെ എടുത്ത് എന്നിട്ട് മോണ കയറി. എന്നിട്ട് അതിനെടുത്തപ്പോ രണ്ടാമത് കവളെല്ലാം വന്ന ഒരു മുഖം ഒന്നും കാണാൻ വയ്യാതെ നീരായി. അടുത്ത് ചെന്നപ്പോ ഒരു ഡോക്ടർ പറഞ്ഞ് അതിനെന്തോ കുഴപ്പമുണ്ടെന്ന് വേണം, അടുത്തൊരു പല്ലൂടെ എടുത്തു. അപ്പൊ നേരിട്ട് തന്നെ നല്ലൊരു ഡോക്ടറെ അടുത്ത് പോയി നമ്മൾ എടുത്തിരുന്നുവെങ്കിൽ എളുപ്പത്തിന് വേണ്ടിട്ട് പോയതാണ്. നമ്മളൊന്ന് സമാധാനിക്കണം. ഒരു പല്ല് എടുത്തല്ലേ ഉള്ളൂ, അത് വേദന എന്താണ്, ചിലപ്പോ എടുത്തതിന്റെ വേദനയായിരിക്കാം, ചിലപ്പോ 2 ദിവസം നമ്മൾ വെയിറ്റ് ചെയ്യാം. അതെ, അപ്പൊ എല്ലാവർക്കും അത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ഉണ്ടാവട്ടെ എന്നുള്ളൊരു മെസ്സേജ് തന്നെയാണ്. ഐ ഹോപ്പ് ഇത് കേട്ടോണ്ടിരിക്കുന്നവർക്കും നല്ലൊരു മെസ്സേജ് എടുക്കാൻ പറ്റുമെന്ന്. നമുക്കൊന്ന് ഗെയിമിലേക്ക് പോയാലോ? നമ്മൾ ചിലപ്പോൾ സമയം കഴിഞ്ഞു പോകുന്നുണ്ട്. കുഞ്ഞുങ്ങളെ ഒരിക്കലും അവരെ ടെൻഷൻ ആക്കരുത്. തീർച്ചയായിട്ടും രാവിലെ അങ്ങോട്ട് സ്കൂളിൽ പോകാനായിട്ട് എഴുന്നേക്കാം സമയമായി, ബസ് വരുന്നു, അത് വരുന്നു, ഇത് വരുന്നു. ആ കുഞ്ഞുങ്ങൾ കഴിച്ച പകുതി, ബാത്റൂമിൽ പോയ പകുതി, പോകാത്ത പകുതി അവര് പടച്ചാണ് അവര് സ്കൂളിൽ പോകുന്നത്. മനസ്സിലായ? കുഞ്ഞുങ്ങൾക്ക് ഒരു സമാധാനം കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് പേരന്റ് ആ കുഞ്ഞുങ്ങൾക്ക് സമാധാനം കൊടുത്ത് കുറച്ച് നേരത്തെ കിടത്തി ഉറക്കിയിട്ട് അവരെ കുറച്ച് നേരത്തെ ഭക്ഷണം കൊടുത്ത് നേരത്തെ ഉറക്കിയിട്ട് നേരത്തെ വിളിച്ചോണ്ട്. വളരെ ശരിയാണ് ചേച്ചി, അത് ഒരുപാട് വികാരം കൊണ്ടാണ് ഈ പറയുന്നത്. ഫീലിംഗ് അറിയാവുന്നതുകൊണ്ടാണ്. നമ്മുടെ സമയം പോകും, നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോവാൻ നമുക്ക്. ചേച്ചി കാത്തിരിക്കും 10 മണി വരെ ഹസ്ബൻഡ് വരട്ടെ എന്നും പറഞ്ഞ് കാത്തിരുന്നിട്ട് അവിടെ നിന്ന് ഇവിടെ നിന്ന് എല്ലാം വാങ്ങിച്ച് കടയിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടാണ് വാങ്ങിച്ച് കഴിക്കുന്നത്. പാതിരാത്രി വരെ കുഞ്ഞുങ്ങളെ അമ്മ അച്ഛനൊക്കെ ഇരുന്ന് അല്ലെങ്കിൽ TV കണ്ടിട്ട് അമ്മയൊക്കെ TV കണ്ടിട്ട് പിന്നെ സമാധാനമായിട്ടായിരിക്കും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത്. അത് പഠിപ്പിച്ച് വരുമ്പോഴത്തേനും ഒരു നേരമാവും. പിന്നെ ഡിന്നർ എല്ലാം കഴിച്ചു കഴിയുമ്പോൾ ആ കുഞ്ഞുങ്ങൾ കിടക്കുമ്പോൾ ഒരു സമയമാവും. കുഞ്ഞുങ്ങൾക്ക് രാവിലെ എഴുന്നേക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ചേച്ചി ഞാനൊന്ന് ഇന്ററപ്റ്റ് ചെയ്തോട്ടെ? ശാന്ത ചേച്ചി ഞാനൊന്ന് ഇന്ററപ്റ്റ് ചെയ്തോട്ടെ? എന്നെ വഴക്ക് പറയരുത്, കാരണം നമ്മുടെ സമയം ഇപ്പം 8:29 ആയി. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, ഒരുപാട് നാളായി ഞാനിപ്പോ വാട്സപ്പ് ഒന്നും അയക്കാറില്ല. രണ്ടുപേർക്കും സുഖാണല്ലോ? നല്ല സുഖാണ് ചേച്ചി. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ സന്തോഷമുണ്ട്. എന്ന് ഞങ്ങളെ വിളിക്കണം കേട്ടോ. ചോദ്യം ചോദിച്ച് സമ്മാനം കിട്ടുമെങ്കിലോ? സമ്മാനം കിട്ടുവാണെങ്കിൽ ഞങ്ങൾ അത് കളയാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്കൊന്ന് സംസാരിക്കണമായിരുന്നു കുറെ നാളായി. അതെ അതെ, നിങ്ങൾ എല്ലാരും ഞങ്ങളുടെ നേരത്തെ വിളിക്കണമായിരുന്നു. ടുവേർഡ്സ് ദ എൻഡ് ആയി പോയി. ഞങ്ങളെ ഇവിടെ ഇറക്കി വിടാൻ സമയമായി. ഞാനിവിടെ ഇല്ലായിരുന്നു മോളെ, ഞാൻ നാട്ടിലായിരുന്നു. ഞാൻ പറഞ്ഞ ഷോ തുടങ്ങുന്ന 7:30 ഒക്കെ ആയിരുന്നു, കുഴപ്പമില്ല. ഇതിപ്പം 8:30 അടുക്കാറായതുകൊണ്ട് ഞങ്ങളെ ഇപ്പൊ തട്ടിയിട്ട് അടുത്ത ആള് വരും. അതെ അതെ ചേച്ചി, എന്തായാലും വിളിച്ച സ്ഥിതിക്ക് നമുക്കൊന്ന് കളിക്കാം. സ്റ്റാർട്ട് പറഞ്ഞോ. ഓക്കെ, സ്റ്റോപ്പ് അല്ലേ? ജികെ ആണ്. ഓക്കെ, പെട്ടെന്ന് ഉത്തരം പറയണം കേട്ടോ. ചേച്ചിക്ക് പ്രൈസ് കിട്ടാൻ ഞങ്ങൾ പ്രാർത്ഥിക്കാം. സോ ഹിയർ ഇസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ കേട്ടോളൂ. ബ്ലാക്ക് വിഡോ എന്നറിയപ്പെടുന്ന ജീവി ഏത്? ബ്ലാക്ക് വിഡോ എന്നറിയപ്പെടുന്ന ജീവി ഏതാണ്? കരിവണ്ട്, കൊമ്പൻ ചെല്ലി, ചിലന്തി. ഇതിൽ ഏതിനെയാണ് ബ്ലാക്ക് വിഡോ എന്ന് പറയുന്നത്? കരിവണ്ടിനെയാണോ, കൊമ്പൻ ചെല്ലിയാണോ, ചിലന്തിയാണോ? അറിയത്തില്ലെങ്കിൽ ഏതെങ്കിലും അങ്ങ് പറഞ്ഞു.
കൊമ്പൻ ചില്ലി. കൊമ്പൻ ചില്ലി. ഓക്കെ, കൊമ്പൻ ചില്ലി. അയ്യോയോ, ചിലന്തി ആയിരുന്നു ബ്ലാക്ക് വിഡോ എന്ന് പറയുന്നത്. കരിവണ്ടാണ്. അല്ലല്ല, ചിലന്തി, സ്പൈഡർ. നമുക്ക് അറിയത്തില്ല, പഠിച്ചില്ലേ? ഇപ്പൊ പുതിയൊരു ഇൻഫർമേഷൻ ആയില്ലേ? വരാറില്ല. എനിവേ നമ്മള് എല്ലാ തിങ്കൾ ചൊവ്വ ബുധനാഴ്ചയും 3-in-1 ഉണ്ട്. 7 മുതൽ 8 വരെ ഞങ്ങള്. അതുകൊണ്ട് ചേച്ചി എന്തായാലും നെക്സ്റ്റ് ടൈം വിളിക്കാം. ഇന്ന് നമുക്ക് ഗിഫ്റ്റ് ഉണ്ടായിരുന്നോ? ഗിഫ്റ്റ് ഒരു ഇല്ല, ഇന്ന് നമ്മൾ ആരും വിന്നേഴ്സ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മുടെ മജ്ലിസ് റെസ്റ്റോറന്റ്, ഗ്രീൻ അലി ബ്യൂട്ടി സലൂൺ, ദുബായ് ക്രോക്കറി പാർക്ക്, രുജാല, ഇതൊക്കെ ഇനിയും ബാക്കിയാണ്. നമുക്ക് ചോദിക്കാം. അതെ അതെ, നാളെ നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ ഇന്നത്തെ സമ്മാനം കൂടി നിങ്ങൾക്ക് നാളെ അടിച്ചോണ്ട് പോവാം അല്ലേ? അപ്പൊ നമുക്ക് ഐ തിങ്ക് ഇന്നത്തെ നമ്മുടെ ഷോ വൈൻഡ് അപ്പ് ചെയ്യാൻ ടൈം ആയി. ഞങ്ങൾ ഇപ്പൊ ഇറങ്ങുവാണ്. വൺസ് അഗൈൻ ഹാപ്പി ബർത്ത്ഡേ ടു മിസ്റ്റർ ബിബി. നമ്മളുടെ എല്ലാ സന്തോഷവും സ്നേഹവും ഒക്കെ UBLന്റെ ഭാഗത്തു നിന്നും കൂടെ അറിയിക്കുകയാണ്. അതോടൊപ്പം ഞങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ സമയം. എല്ലാവരും സന്തോഷത്തോടെ. അത് മാത്രമല്ല, അടുത്ത ഷോ ആയി നമ്മുടെ സനീഷ് കളികളായി വെയിറ്റ് ചെയ്യാണ്. അപ്പൊ അതിലൂടെ നിങ്ങൾ ഗിഫ്റ്റ്സ് വാരിയെടുക്കുക. So I think it's time to go. It's bye from Simi and a good night from Shaji. Good night. Bye bye.